ഹായ് ഡിയർ ഫ്രണ്ട്സ്, നമ്മൾ ടീം വിറ്റ് ഇന്ന് നമ്മൾ പുതിയൊരു പരിപാടി തുടങ്ങുകയാണ്. നമ്മുടെ ഗസ്റ്റിനെ വെച്ചിട്ടുള്ള പോഡ്കാസ്റ്റാണ്. അപ്പോൾ നമ്മൾ പല സ്റ്റാൻഡപ്പ് കോമഡി വീഡിയോ ഇടുമ്പോൾ ആൾക്കാർ പറയുന്നത് നിങ്ങൾക്ക് രണ്ട് കാര്യങ്ങളുടെ കുറവാണുള്ളത്. ഒന്ന് കൾച്ചറും, രണ്ട് കൗണ്ടറും. അതുകൊണ്ട് തന്നെ നമ്മൾ സ്റ്റാൻഡപ്പ് കൊമേഡിയൻസ് ഒരുമിച്ച് വന്നൊരു പോഡ്കാസ്റ്റ് ചെയ്യുമ്പോൾ അതിനെന്ത് പേരിടണം എന്നുള്ളത് നമുക്ക് രണ്ടാമത് ചിന്തിക്കേണ്ടി വന്നിട്ടില്ല. വെൽക്കം ടു കൗണ്ടർ കൾച്ചർ. അതെ, ഇത് കൗണ്ടർ കൾച്ചറിന്റെ ഫസ്റ്റ് എപ്പിസോഡാണ്. ഞങ്ങൾക്ക് വളരെ സ്പെഷ്യൽ എപ്പിസോഡാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ഗസ്റ്റും വളരെ സ്പെഷ്യൽ ഒരാളാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന SRK ആണ് നമ്മുടെ HSRK ആണ് നമ്മുടെ ഗസ്റ്റ്. ഇന്ത്യ മൊത്തം അറിയപ്പെടുന്ന ഒരു ഗായകനാണ് അദ്ദേഹം. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനോട് പാട്ട് പാടരുത് എന്ന് പറഞ്ഞിട്ട് സ്റ്റുഡിയോ റെന്റ് മുതലാവില്ല, പാടി തുടങ്ങാൻ പറ്റില്ല. അപ്പൊ ഹരീഷ് ചേട്ടാ, വെൽക്കം ടു ദി ഷോ. താങ്ക് യു സോ മച്ച്. ഞാൻ ഇന്നലെ തൊട്ടേ പാടിക്കൊണ്ട് വന്നേനല്ലോ, ഈ സമയം കൊണ്ട് തീർന്നേനെ. നമ്മൾ ഹരീശൻ ഇൻട്രൊഡ്യൂസ് ആരാന്നാ പറഞ്ഞേ? കേരളം അഭിമുഖീകരിക്കുന്ന പ്രധാന പ്രശ്നം ഞങ്ങൾ നല്ല മക്കളാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാനൊരു പരിചയപ്പെട്ടത് വെച്ച് ഞാൻ ജോൺ, സ്റ്റാൻഡപ്പ് കൊമേഡിയൻ ആണ്. നൈസ് ടു മീറ്റ് യു ജോൺ. സംഭവ മഹാദേവ. ഞാൻ അനീസ്, ഞാൻ സ്റ്റാൻഡപ്പ് നൈസ് ടു മീറ്റ് യു. ഞാൻ ദീപക് മോഹൻ. ദീപക് മോഹൻ സ്റ്റാൻഡപ്പ് കൊമേഡിയൻ ആണ്. ഞാനും അതൊക്കെ തന്നെ പാടുന്നേ ഉള്ളൂ. അത് ആക്ച്വലി നമ്മളിപ്പം 5-6 മാസമായിട്ട് ഈ വണ്ടർ വാൾ എന്ന് പറഞ്ഞൊരു ഏജൻസിയാണ് ചേട്ടനും വർക്ക് ചെയ്യുന്ന ഏജൻസി. അപ്പം നമ്മൾ വന്നപ്പോൾ തൊട്ട് നമ്മൾ കേൾക്കുന്നതാണ് ഹരീഷ് ചേട്ടൻ ഭയങ്കര തമാശയാണ്. അതായത് ഇവിടെ ഏറ്റവും തമാശ പറയുന്ന, ഇവരുടെ മ്യൂസിക്കിൽ ഏറ്റവും തമാശ പറയുന്ന വ്യക്തി ഹരീഷ് ചേട്ടനാണ്. ഹരീഷ് ചേട്ടൻ ഒരു ചാൻസ് കിട്ടി അപ്പം തന്നെ ജഗതിയുടെ ഒരു കൗണ്ടർ അടിക്കും എന്നാണ്. അപ്പം ചാടിക്കും ജഗതിയുടെ കൗണ്ടർ. അതിപ്പം നമുക്ക് സ്വന്തമായിട്ട് തമാശ പറയാൻ ഉള്ള ഒരു ക്ഷമതയില്ലാത്ത ആളുകളൊക്കെ ജഗതി ചേട്ടനെ ആശ്രയിക്കുന്നത് ഒരു സ്റ്റാൻഡേർഡ് സംഭവമാണ്. അതുപോലെ തന്നെ നമുക്ക് സ്വന്തമായിട്ടൊന്നും കോമഡി ഒന്നും ഇല്ലെങ്കിൽ നമ്മൾ ജഗതി ചേട്ടൻ പറഞ്ഞൊരു തമാശ പറഞ്ഞിട്ട് നമ്മൾ ആളാവാൻ ശ്രമിക്കും. അത് ഞാനും ചെയ്യാറുണ്ട്. നമ്മളും ചെയ്യാറുണ്ട്. കാരണം നമ്മൾ ഒരുപാട് ഞങ്ങൾ ജഗതി ചേട്ടനെ മാത്രമല്ല, നമ്മൾ റെഫറൻസുകൾ ഇടാറാണ്, ആൾക്കാർക്ക് എളുപ്പം റിലേറ്റീവ്ലി കണക്ട് ആവും. പിന്നെ ആബ്സല്യൂട്ട്ലി. പിന്നെ ജഗതി ചേട്ടൻ ഞങ്ങളുടെയൊക്കെ ഒരു ജനറേഷനിൽ അങ്ങനത്തെ കോമഡി ആയിരുന്നല്ലോ കൂടുതൽ. മറ്റേ സിറ്റുവേഷനിലും കുറേ ഡയലോഗ് ബേസ്ഡും അല്ലെങ്കിൽ സിറ്റുവേഷനിൽ റിയാക്ട് ചെയ്യുന്ന പോലത്തെ. അപ്പോൾ അത് ഞാൻ മാത്രമല്ല, ഒരുപക്ഷെ ഒരു പീരീഡിലുള്ള മലയാളികളെ കുറേ പേര് നോക്കിക്കഴിഞ്ഞാലും മീമുകൾ എടുത്താലും സംസാരിക്കാനും അതൊരു ജഗതി റെഫറൻസ് ഇല്ലാതെ ബുദ്ധിമുട്ടായിരിക്കും. നമുക്കൊരു എന്തെങ്കിലും ജഗതി റെഫറൻസ് തോന്നിട്ടിരിക്കും. എല്ലാ സിറ്റുവേഷനിലും അവിടെ അടിക്കാൻ പറ്റുന്ന ജീവിതകാലം മുഴുവൻ പറയാനുള്ളത് പുള്ളി ചെയ്തു വെച്ചിട്ടുണ്ട്. ചേട്ടൻ്റെ ഒരു പ്രണയ വിവാഹമായിരുന്നല്ലോ, കോളേജ് ലവ് ആയിരുന്നോ? കോളേജ് ലവ് അല്ല, പ്രണയ വിവാഹമായിരുന്നു. അത് നമുക്ക് കഥയിലോട്ട്. അപ്പം അതില് നമ്മളും ഇപ്പൊ തമാശ പറയുന്നത് ആണല്ലോ. അപ്പൊ അവിടെ ജഗതിയുടെ എന്തെങ്കിലും കൗണ്ടർ ചേട്ടൻ ഉപയോഗിച്ചിട്ടിരുന്നോ? അവിടെ ജഗതിയുടെ ഏതൊക്കെ കൗണ്ടറുകളായിരുന്നു ഹെൽപ്ഫുൾ? പാട്ട് പാടുന്നവർക്ക് പ്രണയം സെറ്റ് ആവാൻ എളുപ്പമാണെന്ന് പരക്കെ ഒരു അതുകൊണ്ട് ജഗതിയുടെ കൗണ്ടർ അടിക്കണമെന്ന് നല്ല ആഗ്രഹമുണ്ടായിരുന്നു. ഭാര്യയ്ക്ക് ഭാഷ തെലുങ്കാണ്, അതുകൊണ്ട് പിന്നെ ആ ഭാഷയുടെ ചില ശബ്ദങ്ങളും സൗണ്ടുകളും ഭാഷയുടെ കാര്യങ്ങളൊക്കെ മലയാളത്തിൽ പലപ്പോഴും തെറി പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യാറ്. അതുകൊണ്ട് ഞാൻ പറയുന്നതിന് ചില ഇന്ത്യയൊക്കെ ഉണ്ടാവും. അപ്പം അതുകൊണ്ട് പ്രണയത്തിൽ ജഗതി ചേട്ടൻ്റെ സംഭാവന കുറവാണ്. പിന്നെ എന്താ പറഞ്ഞാൽ പാട്ട് പാടുന്നവർക്ക് അത് ആ വഴിക്ക് തന്നെ പോകുന്നതും വളരെ സാധാരണമാണ്. പാട്ട് വഴിക്ക് സെറ്റാവുകയും ചെയ്യും. സെറ്റായ വഴിക്ക് ആ റൂട്ടിൽ തന്നെ, കാരണം ഏതെങ്കിലും ഒരു അലവലാതി നമ്മളെക്കാൾ നന്നായി പാടും. കാരണം ഇത് അത്രയ്ക്ക് വളരെ എന്താ പറയുന്നത്, വളരെ ട്രാൻസിയൻ്റ് ആയിട്ട് മാത്രം. പിന്നെ വല്ല ജോലിക്കൊക്കെ പോയോ, 4 കാശൊക്കെ ഉണ്ടാക്കിയോ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പ്രണയവും കല്യാണമൊക്കെ സെറ്റാവും. അല്ലെങ്കിൽ വേറെ വേറെ ഏതെങ്കിലും പാടുന്നവൻ വരും. പിന്നൊരു ഗുണമുണ്ട്, പിന്നെ നമ്മൾ പാടിക്കൊണ്ടേ ഇരുന്നാൽ മതി. പാട്ട് മെച്ചപ്പെടും. പലരുടെയും പാട്ട് മെച്ചപ്പെട്ടത് ഇങ്ങനെയാണ്. സ്കൂൾ ലൈഫ് എങ്ങനെയായിരുന്നു ചേട്ടൻ? സ്കൂൾ ലൈഫ്, ഞാൻ ഷൊർണൂർക്കാരനാണ്. ഒരുമാതിരി എല്ലാ ഇൻ്റർവ്യൂവിലും ഇങ്ങനെ എന്താ പറയുക, എൻ്റെ പേര് ഹരീഷ് എന്ന് പറയുന്ന പോലെ തന്നെ ഞാൻ പറഞ്ഞിട്ടിരിക്കുന്ന കാര്യമാണ്. അപ്പോൾ അത് സ്കൂൾ ലൈഫ്, ഞാൻ സാധാരണ നമ്മളോട് ഒരു സ്കൂളേ ഉള്ളൂ.
ഞങ്ങളുടെ ആക്ച്വലി 2 സ്കൂളുണ്ട്, പക്ഷേ മെയിനായിട്ട് ഈ ഒരു ഹൈസ്കൂൾ എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ ഈ ഒരു സ്കൂൾ മാത്രമേ ഉള്ളൂ. വളരെ ഡൈവേഴ്സ് ആയിട്ടുള്ളൊരു എൻവയോൺമെൻറ്റിൽ നിന്ന് പഠിക്കാൻ പറ്റിയ ഒരാളാണ്. എന്ന് വെച്ചാൽ ഒരു 90s ഒരു ചെറിയ വില്ലേജ് സെറ്റപ്പ് നമുക്കറിയാമല്ലോ. ഒരു കാര്യമായിട്ടുള്ളൊരു അർബൻ പോളിഷോ സോഫിസ്റ്റിക്കേഷനോ ഒന്നും ഇല്ലാത്തൊരു ചെറിയ സ്ഥലത്ത് നമുക്ക് നമ്മളുടെ ഒരു ഹാപ്പിനെസ് എന്ന് പറയുന്നത് തന്നെ അവിടുത്തെ ആളുകൾ, അവിടുത്തെ സബ് കൾച്ചേഴ്സ്, അവിടുത്തെ നമ്മളുടെ സുഹൃത്തുക്കൾ, ഈ സുഹൃത്തുക്കൾ വരുന്നതും തന്നെ അങ്ങനെ ഒരു ഭയങ്കര ഏർബൻ സെറ്റപ്പിൽ നല്ലല്ലോ വരുന്നത്. അവിടെ തന്നെയുള്ള ആളെന്ന് വെച്ചാൽ പറയുമ്പോൾ തന്നെ ബാങ്കിലുള്ള ഇങ്ങരുടെ മോൻ, പോസ്റ്റ് ഓഫീസിലുള്ള മറ്റേ അങ്ങരുടെ മോൻ, മറ്റേ അപ്പുറത്ത് പലചരക്കടയിലെ ഉള്ള ആളുടെ മോൻ, പച്ചക്കറികളുടെ കുഞ്ഞപ്പൻ ചേട്ടൻ്റെ മോൻ, ഇങ്ങനെയുള്ള ഒരു റെഫറൻസ്. അങ്ങനെയാണ് നമ്മൾ ജീവിക്കുന്നത്. മൊബൈലില്ലാത്ത കാലത്ത് തന്നെ അന്നൊക്കെ ഞാൻ സ്കൂളിൽ നിന്ന് 4 മണിക്ക് പുറപ്പെട്ട 4:05 ഞാൻ അവിടെ എൻ്റെ അമ്മ അറിയും. ഇത് കാരിയർ പീജൻ പോലെ ആരെങ്കിലും വന്ന് പറയും. പക്ഷേ സ്കൂൾ ലൈഫ് വാസ് വെരി ഇൻട്രസ്റ്റിംഗ്. കാരണം ഞാൻ അങ്ങനെ ഒരു ഗവൺമെൻറ് സ്കൂളിൽ പഠിച്ചതുകൊണ്ട് തന്നെ ആ ഡൈവേഴ്സിറ്റിയിൽ പഠിച്ചതുകൊണ്ട് നമുക്ക് മ്യൂസിക് ആണെങ്കിലും അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്സ് ആണെങ്കിലും അല്ലെങ്കിൽ നമ്മളുടെ ജനറൽ പെർസ്പെക്റ്റീവ് ടു ലൈഫൊക്കെ ഭയങ്കരമായിട്ട് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് നമ്മൾ വരുന്നൊരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ്. അപ്പോൾ ഭയങ്കര എന്താ പറയുക, സിമ്പിൾ പക്ഷേ ഭയങ്കര എൻറിച്ചിങ് ആയിട്ടുള്ള ഒരു ചൈൽഡ്ഹുഡ്. പിന്നെ ഞങ്ങൾ പാലക്കാടുകാർ സ്ഥിരം ക്ലെയിം ചെയ്യുന്നത് ഞങ്ങൾക്ക് ഒരുപാട് ആർട്ടുണ്ട്. ബാക്കിയുള്ള ജില്ലകളിൽ ഇല്ല എന്നല്ല, പക്ഷേ ഞങ്ങളുടെ ജില്ലയ്ക്ക് ആർട്ടുമായിട്ട് ഒരു നല്ല ഒരു ബന്ധമുള്ള, അതും സ്പെസിഫിക്കലി ഞങ്ങളുടെ ആ റീജിയൻ ഭാരതപ്പുഴയുടെ സൈഡിലുള്ള റീജിയനിൽ ഒരുപാട് എഴുത്തുകാർ, പാട്ടുകാർ, മറ്റേ കേരള തനത് കല അങ്ങനെയുള്ളവരൊക്കെ ഉള്ള സ്ഥലം എൻ്റെ കലാമണ്ഡലം തൊട്ടപ്പുറത്താണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആർട്ടിസ്റ്റിക്കലി നമുക്ക് ഭയങ്കര ഒരു ഓപ്പർച്യൂണിറ്റി ഉള്ള സ്ഥലമാണ്. ആരെങ്കിലുമൊക്കെ എപ്പോഴും ഉണ്ടാവും എന്തെങ്കിലും പെർഫോമൻസസ് പരിപാടി. പിന്നെ ബോയ്സ് സ്കൂളിൽ പഠിച്ചതാണ്. സ്കൂളിൽ അല്ല, 200 മീറ്റർ അപ്പുറത്ത് ഗേൾസ് സ്കൂളുണ്ട്. അതുകൊണ്ട് എവിടെ എൻ്റെ സ്കൂളിൽ നിന്ന് സെൻറ്റ് ജോസഫ് വരെയാ? ഓ, അത് ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ അന്ന് കവർ ഇറങ്ങിയിട്ടില്ല. അന്നിറങ്ങിയ പാട്ടുകൾ ഇന്നല്ലേ പാടുന്നത്. സെന്റ് ജോസഫ് എത്തണം ബേസിക്കലി. സ്കൂളിലായിരുന്നു, കോളേജിലായിരുന്നു ആയിരുന്നില്ല. പക്ഷേ എനിക്കന്നത് എഞ്ചിനീയറിംഗ് കോളേജിൽ പോയപ്പോൾ അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞ് ഉഴപ്പിന്ന് മാത്രമല്ല, എനിക്ക് എഞ്ചിനീയറിങ് വേറെ എന്ത് ചെയ്യണമെന്ന് അറിയാത്തതുകൊണ്ട് പോയതാണ്. അല്ലാതെ ഒരു ഭയങ്കര ഭൂരിപക്ഷം അതുകൊണ്ടാണ് നമ്മളൊക്കെ ആർട്ടിസ്റ്റും പെയിൻറ്ററും സ്റ്റാൻഡപ്പ് കോമിക്കും മ്യൂസീഷ്യനും ചിലപ്പോൾ ഡിസൈനറും ഒക്കെ ആയിട്ട് വരുന്നത്. അതുകൊണ്ടാണ് നമ്മളെല്ലാവരും എഞ്ചിനീയേഴ്സാണ്. വി ഹാവ് ടു നമ്മളുടെ ബാഡ് ലൈഫ് ചോയ്സിനെ നമുക്ക് ഇങ്ങനെ കറക്റ്റ് ചെയ്യാം. നമ്മളതിന് റെസ്പോൺസിബിൾ അല്ലാന്ന് നമ്മൾ തെളിയിക്കുന്നു. അകം കോളേജിൽ ഫോം ചെയ്ത ബാൻഡാണ്. ആ പേര് അകം തന്നെയായിരുന്നു. ഏയ് കോളേജിൽ ഫോം കമന്റ് ബോക്സിൽ ഇട്ടുണ്ട്. ഇത് ഞാൻ ഒന്നും പറയണില്ല. ഇതിപ്പോൾ ഈ പറഞ്ഞുകൊണ്ട് ഈ അകം എന്നുള്ള പേരാണ്, ഈ പേര് വെക്കാനുള്ള കാരണം ഞാൻ പറഞ്ഞുതരാം. അങ്ങനെ പ്രത്യേകിച്ച് പറയുമ്പോൾ ഞങ്ങളത് ഭയങ്കര കഥയായിട്ടൊക്കെ പറയും. ഭയങ്കര ഇന്നർ സെൽഫ് നർത്തം വരുന്ന തമിഴ് മലയാളം വാക്കിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് ഉണ്ടാക്കിയതാണെന്നാണ് ഞങ്ങൾ പറഞ്ഞത്. പക്ഷേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബാൻഡ് സ്റ്റാർട്ട് ചെയ്തപ്പം ഈ ആൾക്കാർക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റുന്ന ഒരു സിമ്പിൾ വാക്ക് വേണം അല്ല. കാലക്രമേണ നമുക്ക് വായിൽ പറയാൻ പറ്റാത്ത പേരുള്ള ബാൻഡൊക്കെ ഒന്ന് ഭയങ്കര ഫേമസാണ്. എന്നാലും നമുക്കിപ്പോൾ അപ്പോൾ അങ്ങനെ വെച്ചതപ്പോൾ ഒരു 4 അക്ഷരമുള്ള പേര് വയ്ക്കാം എന്ന് പറഞ്ഞിട്ടിങ്ങനെ. അപ്പോൾ AKAM എന്നൊക്കെ പറഞ്ഞ് ലോഗോ ഒക്കെ അടിപ്പിച്ചു. പക്ഷേ ഈ മലയാളം അല്ലെന്ന് ബാംഗ്ലൂർ വന്നപ്പോൾ കോളേജ് വെച്ചിട്ട് ബാൻഡിൻ്റെ പേരിനുള്ള അവസ്ഥയൊന്നുമില്ല. എങ്ങനെയെങ്കിലൊക്കെ പുറത്തിറങ്ങി പണിക്ക് പോകുക എന്നുള്ളൊരു അവസ്ഥയിൽ ഗിറ്റാർ മേടിക്കാൻ പോലും പൈസ ഇല്ല. അപ്പോൾ ഇത് പേര് വെച്ചിട്ട് ഓർക്കുട്ടാന്ന് തോന്നുന്നുണ്ട്. ഫേസ്ബുക്ക് പോലും വന്നിട്ടില്ല. ഫേസ്ബുക്ക് ജസ്റ്റ് സ്റ്റാർട്ടിങ് ടൈം ആവുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വെച്ചപ്പോൾ സകലവന്മാർ അതിനെ അക്കം എന്ന് പറയാൻ തുടങ്ങിയപ്പോൾ അപ്പോൾ പേരിനൊന്ന് കറക്റ്റ് ചെയ്ത് AGAM എന്നാക്കിയതാണ്. ആൾക്കാർ മര്യാദയ്ക്ക് അകം എന്ന് പറഞ്ഞോട്ടെ എന്ന്. പിന്നെ അവിടുന്ന് ഞാൻ പലതും കേട്ടിട്ടുണ്ട്. അകം, ആകം, അംഗം. ഏറ്റവും വലിയ പക്ഷേ എൻ്റെ ഒരു ഇൻ്റർവ്യൂ എടുക്കാൻ വേണ്ടിയിട്ടേ എന്ന് വെച്ചാൽ ഇതുപോലെ ഇതല്ല, നിങ്ങളൊരു TV ഇൻ്റർവ്യൂ എടുക്കാൻ വേണ്ടിയിട്ട് ഒരാളെ ബാംഗ്ലൂരിലത്തെ ക്രൂ എന്ന് വെച്ചിട്ട് ഒരു വയസ്സായ ചേട്ടനെ അങ്ങനെ പറഞ്ഞ അയച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ ഫോട്ടോസും ഒരു ചെറിയ വീഡിയോ ഒക്കെ എടുക്കാറുണ്ട്.
അപ്പോൾ എൻ്റെ ഓഫീസിൽ വന്നിട്ട് ഈ ഹരിരാമകൃഷ്ണൻ്റെ മകം ബാൻഡ് മകോ അത് ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. അപ്പോൾ അകം തൊട്ട് മകം വരെ എൻ്റെ പേര് സാധാരണ തെറ്റിക്കാറില്ല. അച്ഛൻ്റെ പേര് പരിപൂർണ്ണ തെറ്റായിട്ട് പറയാറ്. എൻ്റെ പേര് വെച്ചാൽ പിന്നെയും പോട്ടെ, എൻ്റെ അച്ഛൻ്റെ പേരാണ് മാക്സിമം തെറ്റായിട്ട് പറയുന്നത്. എനിക്കാണെങ്കിൽ കേൾക്കുമ്പോൾ പ്രാന്ത് പിടിക്കും. ഞാൻ അപ്പം തന്നെ ഞാൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടും. അതിന് ആവശ്യമുള്ളത് ഞാൻ ട്രിഗർ ആവും, ഞാനൊരു പോസ്റ്റ് ഇടും. ഇത് കുറച്ച് ഇടുമെന്ന് ചോദിക്കും, എന്തിനാ ഇങ്ങനെ ട്രിഗർ ആവുന്നതെന്ന്. ഇതിപ്പോൾ കരഞ്ഞുകൊണ്ടിരിക്കുന്നവരോട് എന്തിനാ കരയുന്നത്, സങ്കടപ്പെടുന്നവരോട് സങ്കടപ്പെടാതിരിക്കും എന്ന് പറയുന്ന പോലെയാണ്. ഞാൻ ട്രിഗറായി, അതുകൊണ്ടാണ് പോസ്റ്റ് ചെയ്തത്. ശുദ്ധ സംഗീത പ്രേമികളാണ് ഷൂസാപ്രേ. അതാണ് ഷൂസാപ്രേ. അത് അത്രയും ടൈപ്പ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടോട് തുടങ്ങിയതാണ്. പിന്നെ അതിൽ ട്രെൻഡായി, ഞാൻ തന്നെ ആക്കി. വേറെ ആരും ഉപയോഗിക്കാറില്ല, ഞാൻ തന്നെ എൻ്റെ ലോകത്തിൽ അതൊരു ട്രെൻഡായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. നിങ്ങളൊന്നും ട്രെൻഡ് ആക്കി തരണം. ശുദ്ധ കോമഡി എന്നൊക്കെ ഉണ്ടോ? ആക്ച്വലി കോമഡി കുറച്ചും കൂടി കോമഡിക്ക് എന്താണ് ശുദ്ധി അശുദ്ധിയൊക്കെ? ഞാൻ വിചാരിച്ച സംഗീതത്തിന് മാത്രമേ ഉള്ളത്. യു കനോട്ട് be funny without offending somebody എന്നല്ലേ? No, it is true, right? ആരെങ്കിലും ഒഫൻഡ് ചെയ്യാതെ എങ്ങനെയാണ് യു കൻ ക്രിയേറ്റ്? അത് തന്നെയാണ് ആർട്ടിൻ്റെ കേസിലും സത്യമാണ്. സി എനി ആർട്ട് ദാറ്റ് യു ക്രിയേറ്റ്, കുറച്ച് പോളറൈസേഷൻ ഉണ്ടാവുമല്ലോ. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ആർട്ടോ, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഹ്യൂമറോ, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പെയിന്റിങ്ങോ ചെയ്യാൻ പറ്റില്ല. എല്ലാവർക്കും ഇഷ്ടപ്പെടാന്നുള്ള തന്നെ ഒരു മിസ്നോമറാണ്. അല്ല, വൺ തിങ് ഐ മീൻ, പലപ്പോഴും നമുക്ക് നമ്മളെ തന്നെ ഒരുപാട് അറ്റൻഷൻ തന്ന് നമ്മളെ ഹേറ്റ് ചെയ്യുന്നവരും യഥാർത്ഥത്തിൽ നമ്മളുടെ ഫാൻസാണ്. കാരണം യു ഡോണ്ട് ലൈക്ക് മീ ബട്ട് യു കാണ്ട് ഇഗ്നോർ മീ. അതുകൊണ്ട് അല്ല, അപ്പം ഞാൻ ഈ ശുദ്ധ സംഗീത പ്രേമി എന്നുള്ളത് പറയുന്ന ഒരു പാർഷ്യൽ ഹ്യൂമറായിട്ടും പാർഷ്യലി സീരിയസ് ആയിട്ടും പറയുന്ന ഒരു കാര്യമാണെന്ന് വെച്ചാൽ, ഒന്നുമില്ല, നമുക്ക് അറിഞ്ഞുകൂടാത്ത കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് എല്ലാ കാലത്തും ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് തന്നെയാണ്. നിങ്ങളുടെ ഇപ്പോൾ കോമഡി ലോകത്താണെങ്കിലും ആർട്ട് ലോകത്താണെങ്കിലും നമുക്ക് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് നമ്മൾ ഇതുവരെ കണ്ടിട്ടോ കേട്ടിട്ടോ ഇല്ലാത്ത കാര്യങ്ങളോടുള്ള നമ്മളുടെ അസഹിഷ്ണുത ആണ് നമ്മൾ ഈ ശുദ്ധി എന്ന് പറഞ്ഞ് ഹൈഡ് ചെയ്യുന്നത്. ഈ പ്യുവർ എന്ന് പറയുന്നത് യു ഡോണ്ട് നോ വാട്ട് ഇസ് പ്യുവർ. ഇപ്പോൾ ഒരു സാധനം ഞാനിപ്പോൾ പ്യുവറാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു റെഫറൻസിലേ നമുക്കറിയുള്ളൂ. പ്യുവർ കോമഡി എന്ന് പറയുന്നത് നിങ്ങൾക്ക് മുൻപ് വന്നവർ ചെയ്ത റെഫറൻസിൽ നിന്നായിരിക്കുമല്ലോ പറയുന്നത്. അപ്പോൾ അതിൽ നിന്ന് മാറി നിങ്ങളുടെ ചെയ്യുമ്പോൾ അതിനെ പ്യുവർ അല്ല എന്ന് വിളിക്കുന്നത് ഈ പുതിയ സംഭവം എന്താണെന്ന് അറിയാത്തത് കൊണ്ടാണ്. നമ്മളതിനാകെ വിമർശിക്കുന്നത്. അൺലെസ് യു നോ ബുദ്ധിമുട്ടല്ലേ ഒരു കാര്യം. നമ്മളിപ്പോൾ ഒരു എന്താ പറയുക, സൗത്ത് ഇന്ത്യൻ ഫുഡ് മാത്രം കഴിച്ച ആൾക്ക് പെട്ടെന്ന് നോർത്ത് ഇന്ത്യ പോകുമ്പോൾ ഇത് പ്യുവർ ഫുഡ് അല്ല എന്ന് പറയുന്ന ഒരു വിരോധാഭാസമല്ലേ നമ്മളുടെ കാര്യത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ശുദ്ധ സംഗീത പ്രേമികൾ എന്ന പേരിലല്ലോ അവരുടെ ബിഹാഫിൽ ശരിക്കും വന്ന് വിമർശിക്കുക അല്ലെങ്കിൽ ചീത്ത വിളിക്കുക ചെയ്യുന്നത് ശരിക്കും ആ ശുദ്ധ സംഗീത പ്രേമികൾ തന്നെയാണെന്ന് വിശ്വസിക്കുന്നുണ്ടോ? ശുദ്ധ സംഗീത, ഒന്നാമത്തെ കാര്യം, സംഗീത പ്രേമി എന്ന് പറയുന്ന ആളുടെ ആ ഒരു എന്താ പറയുന്നത്, ഒരു ലേബൽ എടുത്ത് അണിയേണ്ട ഒരാൾക്ക് മിനിമം വേണ്ടിയിരിക്കുന്നത് നല്ല കേൾവി. ജീവിതത്തിൽ ഒരു മിനിമം വേണ്ട. ഒരു ക്രിക്കറ്റ് ആരാധകൻ എന്ന് പറയുന്നവൻ ആകെ കൂടെ കണ്ടിട്ടുള്ളത് മറ്റേ ചെങ്കച്ചുള കോളനി അകത്തുള്ള ഒരു എ ടീമും ബി ടീമും തമ്മിലുള്ള മാച്ചും കണ്ടുകൊണ്ടാണോ ഞാൻ ക്രിക്കറ്റ് പ്രേമിയാണെന്ന് പറഞ്ഞുകൊണ്ട് വരുന്നത്? നീ പാകിസ്ഥാൻ ടീം അതേത് ടീം, സിംബാബ്വെ, അവരൊക്കെ ക്രിക്കറ്റ് കളിച്ചിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നവർ പെട്ടെന്ന് ഞാൻ ഭയങ്കര ക്രിക്കറ്റ് ഫാനാന്ന് പറഞ്ഞാൽ നമ്മളതിനൊക്കെ വളരെ പുച്ഛത്തോടെയല്ലേ കാണുള്ളൂ. നീ എന്ത് ക്രിക്കറ്റ് കണ്ടു? പകുതി പറയുന്ന ആളുകൾ, പകുതിയല്ല, ഒരുപാട് ഈ ക്ലെയിം ചെയ്ത് നല്ല മ്യൂസിക് ലവേഴ്സ് ക്ലെയിം ചെയ്യില്ല ഞാൻ കണ്ടിട്ടുള്ളത്. ശരിക്കും നല്ല പാട്ടിട്ടുള്ള ആൾക്കാർ ഒരു ലേബലും ഇല്ലാതെ വരുന്നത്. അവർ വന്ന് സ്വയം പറയില്ല ഞാൻ പാട്ടിനെ സ്നേഹിക്കുന്ന, കലയെ സ്നേഹിക്കുന്ന എന്തോ ഒരു വലിയ കുമ്പളങ്ങയാണെന്ന് അവർ പറയില്ല. ഈ ഞാനൊരു ഭയങ്കര കലാസ്നേഹിയാണെന്ന് പറയുന്നത് മറ്റേ ഉമ്മർ പറയുന്നവരാണ്, ഞാനൊരു വികാര ജീവിയാണ്. ആ സാധനമാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന്. അപ്പോൾ ഇതിനകത്ത് ഭൂരിപക്ഷം പേർക്കും കേൾവി തീരെ മോശമാണ്. അത് പല കാരണങ്ങളുണ്ട്. അത് ഒരുപക്ഷെ എക്സ്പോഷർ ഇല്ലാത്തതിൻ്റെ ആയിരിക്കാം, അല്ലെങ്കിൽ വളർന്നു വന്ന സാഹചര്യത്തിൻ്റെ ആയിരിക്കാം, അല്ലെങ്കിൽ അവർ വരുന്ന സോഷ്യോ ഇക്കണോമിക് സ്ട്രാറ്റയുടെ പ്രശ്നമായിരിക്കും. നമ്മൾ അതിലേക്കല്ല കടക്കുന്നത്. പക്ഷേ യാഥാർത്ഥ്യം ലിസണിങ് കുറവാണ്. എന്ന് വെച്ചാൽ ഒരു പക്ഷേ ഒരു ചുരുങ്ങിയ ഒരു മലയാള ഭാഷയിൽ സിനിമകളിൽ വന്ന പാട്ടുകൾ മാത്രം
കേട്ട ലിസണിങ് ഉള്ളവർ ആണ് ബഹുഭൂരിപക്ഷം പേരും ശുദ്ധ സംഗീത പ്രേമിയാണെന്ന് അവകാശപ്പെടുന്നത്. സംഗീത പ്രേമി എന്ന് അവകാശപ്പെടാൻ തന്നെ അതിനേക്കാളും വലിയ വൈഡ് സ്പെക്ട്രം ആയിട്ടുള്ള കാര്യങ്ങൾ കാണുകയും കേൾക്കുകയും മനസ്സിലാക്കുകയും അതിനെക്കുറിച്ച് യുക്തിപരമായിട്ടുള്ള ഒരു വ്യൂ ഫോം ചെയ്യാൻ പറ്റുന്ന ഒരാളാണ് നമ്മൾ സംഗീത പ്രേമി, അല്ലെങ്കിൽ ഒരു സ്പോർട്സ് ലവർ, ഫുട്ബോൾ ലവർ എന്ന് പറയുന്നത്. ആ കൂടെ വേൾഡ് കപ്പ് വന്ന് നടക്കുമ്പോൾ ഫൈനലിൻ്റെ 10 നിമിഷം മാത്രം കണ്ടിട്ട് ഭയങ്കര ഫുട്ബോൾ ക്രേസ് എന്ന് പറയുന്ന പോലത്തെ ഒരു വളരെ അബദ്ധം പിടിച്ച ഒരു പൊസിഷൻ. ഇപ്പോൾ സംഗീതം പഠിച്ച് PhD എടുത്ത് വന്നിട്ടേ സംഗീതജ്ഞനെ വിമർശിക്കാവുന്നൊന്നും ഇവിടെ ആരും പറയുന്നില്ല. അങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ലോകത്ത് പാടുന്നവന് തന്നെ വിമർശിക്കാനുള്ള അവസ്ഥ ഉണ്ടാവില്ല. പ്രശ്നം അതിലേക്കല്ല, ഈ ആധികാരികത കൊണ്ടുപോയാണ് പ്രശ്നം. ഇപ്പോൾ ഒരു സ്ഥലത്ത് കിട്ടും, ഉദാഹരണത്തിന് ക്രിക്കറ്റേ കണ്ടിട്ടില്ലാത്തവൻ ചുമ്മാ വന്നിട്ട് ആ സീൻ പിടിച്ചേക്കുന്നതിൻ്റെ ആംഗിൾ കുറച്ചിങ്ങനെ തിരിച്ച് വെച്ചിട്ടിരുന്നെങ്കിൽ വിൽക്കുന്നത്, നീ സീൻ കണ്ടിട്ടുണ്ടോ, ഈ ബോളിൻ്റെ വെയിറ്റ് എന്താ നിനക്കറിയാവോ? ആ റിയാക്ഷൻ നമുക്ക് പലപ്പോഴും വരുന്നത് ഈ വളരെ ടെക്നിക്കലായിട്ടൊക്കെ വന്ന് ഒന്നും അറിഞ്ഞുകൂടാത്തൊരു പ്രതികരിക്കുന്നത് കാണുമ്പോൾ നമ്മൾ ഈ ടെക്നിക്കലൊന്നും അല്ലാതെ പറയില്ലേ, ചേട്ടാ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, ചേട്ടാ ഒരു സുഖം കിട്ടിയില്ല, ചേട്ടാ ഒരു വൈബ് ഉണ്ടായിരുന്നില്ല, ചേട്ടാ ബോറടിക്കുന്നു, ചേട്ടാ ഭയങ്കര നീളം ഇങ്ങനെയൊന്നും കൊണ്ട് വലിച്ചു നീട്ടാതെ ലളിതമായിട്ട് അങ്ങ് പാടിക്കഴിഞ്ഞാൽ നമ്മൾ കേൾക്കില്ല. ഇതൊക്കെ പറയുമ്പോൾ നമുക്കതൊരു പ്രശ്നമായിട്ടേ തോന്നില്ല. വന്നപ്പോൾ ഞാൻ ശ്രദ്ധിച്ചു, സാധാരണ ആൾക്കാർ ഇപ്പം നമ്മൾ കേൾക്കുന്ന സ്ഥിരം കുറേ നാൾ കേട്ട സാധനം അവന് സിനിമയെ കുറിച്ച് എന്തറിയാം, അല്ലെങ്കിൽ അവൻ ആ ബുക്കിനെ പറ്റി എന്തറിയാം വിമർശിക്കാൻ. പക്ഷേ ഹരീഷേട്ടൻ ആദ്യം പറഞ്ഞത് നല്ല കേൾവിക്കാരൻ, ആ പോയിന്റാണ് മനസ്സിലായി, പാട്ട് അറിയണം എന്നുള്ളതല്ല. അല്ല, വിമർശനം രണ്ട് തരത്തിലുണ്ടല്ലോ ബ്രോ. വിമർശനത്തിന്റെ മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ വിമർശനം എന്നുള്ളതിന് വേണ്ടി PhD എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഉദാഹരണത്തിന് ഇപ്പോൾ എത്രയോ പേര് നിങ്ങളുടെ വർക്ക് കൊള്ളില്ല എന്ന് പറയും, എൻ്റെ വർക്ക് കൊള്ളില്ല എന്ന് പറയും. അത് നാച്ചുറലി നമ്മൾ ആർട്ടിസ്റ്റ് ആണെങ്കിൽ എക്സ്പെക്ട് ചെയ്യേണ്ട സാധനമാണ്. ഇഷ്ടപ്പെടാതിരിക്കുന്നവരുണ്ടാവും. അതിന് അവർ കാരണങ്ങളും ഈ കാരണങ്ങളെ സാധൂകരിക്കാൻ ശ്രമിക്കുമ്പോഴാണ് പ്രശ്നം. അല്ല, ഓർണമെന്റേഷൻ ശരിയല്ല എന്ന് പറയുമ്പോൾ അതിന്റെ പ്രശ്നം എന്താണെന്നറിയോ ബ്രോ? ഓർണമെന്റേഷൻ ശരിയാണെന്ന് നമുക്ക് കൗണ്ടർ ചെയ്യാൻ പറ്റും. കാരണം ഇത് ചെയ്യുന്ന ആളുടെ ഓർണമെന്റേഷൻ അയാൾ തന്നെ സമ്മതിക്കും. ഇതിന്റെ ഈ റെഫറൻസ് പ്രശ്നം വരുന്നത് ശരിയല്ലാത്ത കാര്യം പോയിന്റ് ഔട്ട് ചെയ്തിട്ട് കൊള്ളില്ല എന്ന് പറയുമ്പോഴാണ്. അതിലെ സബ്ജക്റ്റീവാണ്, ആസ്വാദനം സബ്ജക്റ്റീവാണ്. ഉദാഹരണത്തിന് ഭയങ്കര കിടിലം മേക്കിംഗ് ഉള്ള സിനിമ, നല്ല ആക്ടിങ്ങും നല്ല ലൈറ്റിങ്ങും നല്ല ക്യാമറയൊക്കെ വെച്ചിട്ട് ഒട്ടും കണക്ട് ആവാതെ പോയില്ലേ? സംഭവം നമുക്ക് കണക്ട് ആയില്ല. പക്ഷെ അത് കണക്ട് ആയില്ല എന്ന് പറയുന്നതിന് പകരം ആ ക്യാമറ വർക്ക്, ആ ലൈറ്റിംഗ് ഡിസൈൻ, അതിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ, അതിൻ്റെ DI എന്നൊക്കെ പറഞ്ഞു വന്നാൽ ഞാൻ പറഞ്ഞു, മച്ചാനെ ഇതൊന്നും തനിക്ക് അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടമായില്ല, അതൊരു വളരെ മാന്യമായ പ്രതികരണം. ആ ഇഷ്ടക്കേടിനെ കൊങ്ങയ്ക്ക് വിളിച്ച് ഇഷ്ടപ്പെട്ടേ പറ്റൂ. ഞാൻ ഭയങ്കരമായിട്ട് വർക്ക് ചെയ്തതാണ്, എൻ്റെ ജീവിതത്തിൻ്റെ ഒരു പാട്ട് പാടുന്നത് എത്ര ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്നറിയാവോ, അതിൽ എൻ്റെ ത്യാഗം എന്താണെന്നറിയാവോ, അതൊക്കെ വെറുതെ പറയുന്നതാണ്. പക്ഷേ വെറുതെ കിടക്കാൻ പോകുന്നതും പാടാൻ പോകുന്നതും ഇലക്ട്രീഷ്യൻ്റെ വർക്കിന് പോകുന്നതും പ്ലംബിങ്ങിന് പോകുന്നതും സോഫ്റ്റ്വെയറിനും എല്ലാം വർക്കാണ്. നമ്മുടെ വർക്കിന് മാത്രം അങ്ങനെ പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു എക്സ്ട്രാ വാല്യൂ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഞങ്ങളുടെ അധ്വാനത്തെ നിങ്ങൾ വില കുറച്ച് കറി, അതിലൊന്നും എനിക്കൊരു വിശ്വാസമില്ല. ആരുടെ അധ്വാനത്തിനെ നമുക്ക് പ്രതികരിക്കാനുള്ള അവകാശമുണ്ട്. എൻ്റെ ആകെ പ്രശ്നം ഈ അറിഞ്ഞുകൂടാത്ത കാര്യത്തെക്കുറിച്ച് ആധികാരികമായി സംസാരിക്കുന്നത് കാണുമ്പോൾ എനിക്കിപ്പോൾ ചിരി വരും. നേരത്തേക്ക് എനിക്കൊരു ഈ വിഷമമല്ല, ഒരു തരം ഒരു ആവശ്യമില്ലാത്തൊരു ഈ ഫൈൽസൊക്കെ വരുമ്പോൾ ഒരു ട്രിഗർ ഇല്ലേ, അത് അങ്ങനത്തെ ഒരു ട്രിഗർ വരുമായിരുന്നു. അപ്പോൾ ആ ട്രിഗർ ഇപ്പോൾ മാറിയിട്ട് എനിക്ക് ഒരു കേവല തമാശയായിട്ട് അത് മാറിയിട്ടുണ്ട്. ഞാൻ ഇന്ന് റിയാക്ട് ചെയ്യും, പക്ഷെ അന്നത്തെ റിയാക്ഷനിൽ ചെറിയ വ്യത്യാസമുണ്ട്. അന്ന് ഭയങ്കര ഇമോഷണലായിട്ട് യഥാർത്ഥത്തിൽ ഈ പറയുന്ന ആളെ ഞാൻ എന്തോ പറഞ്ഞു മനസ്സിലാക്കി നന്നാക്കാം എന്നൊരു ധാരണയിലാണ് റിയാക്ട് ചെയ്യുന്നത്. ഇപ്പോൾ എൻ്റെ പഴയ കണക്ക് മാഷ് പറഞ്ഞത് SLC പരീക്ഷയല്ലേ, ഗുഡ് ലക്ക്, ട്രൈ അഗൈൻ. ആ ഒരു റിയാക്ഷനിലാണ് ഞാനിപ്പോൾ പെരുമാറുന്നത്. നമുക്ക് അതൊന്നും ഫിക്സ് ചെയ്യാൻ പറ്റില്ല. നമ്മളുടെ രീതിക്ക് കണ്ടിന്യൂ ചെയ്യാം. പിന്നെ എൻ്റെ കുടുംബത്തിന് ഇങ്ങനെ ആൾക്കാരൊക്കെ ഉണ്ടെന്നുള്ളത് പലപ്പോഴും ഞാൻ ഫേസ്ബുക്കിലെ കമന്റ് വായിക്കുമ്പോഴാണ് മനസ്സിലാക്കാറ്. അതെ, നിന്റെ അച്ഛൻ്റെ കുഞ്ഞമ്മയുടെ പെട്ടെന്ന് നോക്കുമ്പോൾ കോങ്ങാട് എന്നൊക്കെ ആരോ വിളിക്കുന്നത് ഫേസ്ബുക്കിൽ കണ്ടു പോനെ എന്നെ കുറിച്ച് ആരോ സംസാരിച്ചിട്ടുണ്ടല്ലോ. അത് അമ്മായിയെ പറ്റിയായിരുന്നു, ഞാൻ അറിഞ്ഞില്ല. അങ്ങനെ പിന്നെ തെറി ചിലതൊക്കെ ഭയങ്കര വെറൈറ്റി തെറി എക്സ്പീരിയൻസ് ഇത് കേട്ടപ്പോ
ക്രിയേറ്റിവിറ്റി. നമുക്ക് അങ്ങനെ തോന്നാറുണ്ട് എഴുന്നേറ്റ് സല്യൂട്ട് ചെയ്യണം. പിന്നെ ഈ പലപ്പോഴും ഈ വിവരം കെട്ട പ്രതികരണങ്ങളിൽ പോലും നമ്മളെ പിടിച്ചിരുത്തുന്നത് ഈ തന്നിരിക്കുന്ന റിയാക്ഷനിലെ ഹ്യൂമർ ഇല്ലേ, ബ്രോ പൊള്ളി ഹ്യൂമർ. മറ്റേ ഡിക്സി സ്കോട്ടിന്റെ പരസ്യം ഒറിജിനൽ ഇങ്ങനെ വാലിച്ചിങ്ങനെ വെച്ചിട്ട് ഹരീഷ് രാമകൃഷ്ണൻ ഷെട്ടിങ്ങനെ പിടിച്ചിങ്ങനെ വാലിച്ചിങ്ങനെ വെച്ചേക്കുന്നത്. പാടുമ്പം ഇങ്ങനെ നീട്ടി മാത്രമേ പാടാറുള്ളൂ. എന്താണ് ബ്രോ നോർമൽ? ഞാൻ ചോദിച്ചിട്ടുള്ളൂ, നമ്മളും അല്ലാതെ വേറെ ആള് പാടിയ പാട്ട് അവര് പാടിയതുപോലെ പാടാൻ ശ്രമിക്കാറുണ്ട് എപ്പോഴെങ്കിലും? ഞാൻ അവര് പാടിയതുപോലെ പാടാൻ ശ്രമിക്കുന്നതാണ് നിങ്ങളെ കേൾക്കുന്നത്. ശരിയാവാതെ നീട്ടി നീട്ടി പോകാ. ഞാനൊരു സംശയം ചോദിക്കട്ടെ, നിങ്ങൾ പാട്ടുകാരൊന്നും അല്ലെങ്കിൽ ഞാനിപ്പോ പെട്ടെന്നൊരു പാട്ട് മുക്കാബല ലൈല കറക്റ്റ് ടെമ്പോലൊന്ന് പാടിക്കേ. ആരെങ്കിലും ആർക്കും അറിയില്ല ബ്രോ. കറക്റ്റ് ടെമ്പോ ആണെങ്കിൽ കരോക്കെ ട്രാക്കൊക്കെ എടുത്തോണ്ട് വരണം. നമ്മള് വീട്ടിന്റെ ഡ്രോയിങ് റൂമിലും കക്കൂസിലും ബാൽക്കണിയിലൊക്കെ പാടുമ്പോൾ കരോക്കെ ട്രാക്കൊക്കെ വെച്ച് ഓൺ ചെയ്ത് ടെമ്പോ സെറ്റ് ചെയ്തൊക്കെയാണ് പാടാൻ. നമ്മൾ തന്നെ പാടും. ഇതിപ്പോൾ ഈ ഇടിവെട്ടേറ്റ് ടോർച്ച് ചാർജ് ആവുന്ന പോലെ എൻ്റെ കുറേ പാട്ട് ആരൊക്കെയോ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിട്ട് നമ്മൾ എത്തിയതല്ലേ. അല്ലെങ്കിൽ ഇത് ആരൊക്കെ വെക്കാനേ സാധനം? എത്ര പേര് ഈ സാധനങ്ങൾ പാടുന്നുണ്ട്. ഇപ്പോൾ മലയാളത്തിൽ പഴയ പാട്ടുകളുടെ വെർഷൻസ് പാടുന്നത് ഞാൻ തുടങ്ങിയ കാര്യമൊന്നുമല്ല. എത്ര വർഷങ്ങളായിട്ട് എത്ര ആർട്ടിസ്റ്റ് പാടിക്കൊണ്ടിരിക്കുന്നതാണ്. അത് ഞാൻ പറയട്ടെ, ഞാനൊരു അഷ്ടിക്ക് വകയില്ലാത്ത ഒരു മനുഷ്യനെ പോലെയുള്ളൊരു വീഡിയോ ഉണ്ട്. ഒരു കാർ പാർക്കിങ്ങിൽ തീരെ ദാരിദ്ര്യം പിടിച്ച രീതിക്ക് ഞാൻ നിന്ന് പാടുന്നൊരു വീഡിയോ കണ്ട് സഹതാപം തോന്നിയിട്ട് ആരുടെ അടുത്ത് പോസ്റ്റ് ചെയ്ത് അത് വൈറലായതാണ്. എൻ്റെ സുഹൃത്തുക്കൾ ദുബായിൽ കത്തൊക്കെ പോയി ഏതോ സ്റ്റേഷനിൽ. ബാംഗ്ലൂരിലൊരു ഡ്രൈവറെ സാധ്യമായിട്ട് പാടുന്നുണ്ട്, അയാൾക്കൊരു അവസരം കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ ഇവിടെ വൈറലാവാൻ നമുക്ക് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല. ആളുകൾക്ക് പെട്ടെന്ന് സാധനം കണക്റ്റ് ആവും. ഒരു സാധനം കാണുമ്പോൾ ഒരു ഹ്യൂമറാണെങ്കിലും സിനിമയാണെങ്കിലും പാട്ടാണെങ്കിലും ഒരു കണക്ഷൻ ഓഡിയൻസിന് വരുന്നതിൽ നിന്നാണ് പിന്നീട് ഈ വൈറാലിറ്റിയൊക്കെ സൃഷ്ടിക്കപ്പെടുന്നതല്ല അവിടെ നിന്നാണ്. അത് കംപ്ലീറ്റ്ലി ആർട്ട് കൊണ്ടല്ല ഉണ്ടാകുന്നത്, അതിന് വേറെ പല ഫാക്ടേഴ്സ് ഉണ്ട്. വ്യക്തിയുടെ സാഹചര്യം, പലപ്പോഴും ഈ അണ്ടർഡോഗ് സിൻഡ്രോം വളരെ ഇഷ്ടപ്പെടുന്ന ഒരു സൊസൈറ്റിയാണ് നമ്മളുടെ. എന്ന് വെച്ചാൽ അണ്ടർഡോഗിനെ എങ്ങനെയെങ്കിലും ഉയർത്തിക്കൊണ്ടുവരണം. അവിടെ അല്ലല്ല, ഇതിൽ പറയേണ്ട കാര്യം, ഇതിൽ ഏറ്റവും വലിയ കുഴപ്പമെന്നല്ലോ, അണ്ടർഡോഗിനെ ഉയർത്തിക്കൊണ്ടുവന്നവർക്ക് അവരുടെ അച്ഛനാവുന്ന ഒരു രീതിയുണ്ട്. എന്നിട്ട് അവിടെ കൊണ്ടുവന്നിട്ട് ഞാനാണ് നിന്നെ ഇവിടെ കൊണ്ടുവന്നതെന്ന് പറയുന്നത്. ഇപ്പൊ ഞാൻ നിന്നോട് ചായ ചോദിച്ചോ കുഞ്ഞിരാമ എന്ന് പറയുന്ന പോലത്തെ ഒരു സാധനമാണത്. ഞാൻ ചോദിച്ചില്ല ചായ കൊണ്ടുവന്ന് തന്നിട്ട് പിന്നെ എൻ്റെ ചായ കുടിച്ചല്ലേ നീ കല്യാണക്കുറി കാണിച്ചിട്ട് പോയാൽ മതി എന്ന് പറയുന്ന അവസ്ഥയാണ്. അപ്പം അത് ഇത് പറഞ്ഞപ്പോൾ ആർട്ടിസ്റ്റിനെ ഉയർത്തുന്നതും താഴ്ത്തുന്നതും ഒന്നും ഓഡിയൻസ് അല്ല. പക്ഷെ ബേസിക്കലി ഓഡിയൻസിൻ്റെ ഡിപ്പെൻഡൻസിയിൽ ഉയരുകയും താഴുകയും ചെയ്യുന്ന ആർട്ടിസ്റ്റ് ഒന്നും ഇവിടെ ലാസ്റ്റ് ചെയ്തിട്ടില്ല. മെറിറ്റ് ഓഫ് ആർട്ട് നല്ല ക്രിയേഷൻ ചെയ്തു കഴിഞ്ഞാൽ കാലാകാലത്തേക്ക് അതിന് എക്സിസ്റ്റൻസ് ഉണ്ടാവും. മറ്റേ ഈ ടെമ്പറൽ ആയിട്ടുള്ള പ്രശ്നങ്ങൾ വരും. പെട്ടെന്നൊരു ഹിസ്റ്റീരിയ ആയിട്ട് പെട്ടെന്ന് മുകളിൽ കൊണ്ടുപോകാൻ, പെട്ടെന്ന് അത് തന്നെ ഡ്രോപ്പ് ചെയ്യുക. പക്ഷെ ഏത് വലിയ ആർട്ടിസ്റ്റിനെ എടുത്താലും ദേ ഓൾ ഹാവ് ഹാഡ് ദിസ് ഇൻ ദർ കരിയേഴ്സ്. ഭയങ്കര സ്പൈക്കി ആയിട്ടുള്ള ഗ്രോത്ത്, ഭയങ്കര റിവേഴ്സ് സ്പൈക്കി ആയിട്ടുള്ള ഫോൾസ്. പക്ഷെ അവരുടെ ലോങ് കരിയർ എടുത്ത് പോയി കഴിഞ്ഞാൽ അതെങ്ങനെ എൻഡ്യൂർ ചെയ്ത് അവരൊരു നല്ല ആർട്ടിസ്റ്റായി എന്നുള്ളതാണ് ഇവരുടെയൊക്കെ ലോഞ്ചിവിറ്റി പ്രൂവ് ചെയ്യുന്നത്. നമ്മൾ ഈ സ്പൈക്ക് മാത്രം ഡിപ്പെൻഡ് ചെയ്ത് ലൈഫ് മാനേജ് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഞാൻ പലപ്പോഴും കാണുന്ന ആർട്ടിസ്റ്റുകളുടെ പ്രശ്നം, സ്പൈക്ക് നമ്മൾ നന്നായിട്ട് റൈഡ് ചെയ്യും, ഫേമസ് ആയി വൈറലായി എല്ലാവരും സംസാരിക്കുന്നു, പ്രോഗ്രാം തരുന്നു, ആ സ്പൈക്ക് ഡിപ്പാവും. കാരണം ഒരു സ്പൈക്കിനും അല്ല, ചില സ്പൈക്കൊക്കെ ഹെയ്റ്റ് കിട്ടി ഡിപ്പാവും, ചില സ്പൈക്കൊക്കെ നാച്ചുറലി ഡിപ്പാവും. കാരണം സമയം കഴിഞ്ഞു. അതായത് മനുഷ്യൻ്റെ അറ്റൻഷൻ സ്പാൻ എന്ന് പറയുന്നത് എന്ത് ആർട്ടിനും ഒരു ചെറിയ ഒരു പീരീഡ് ഇൻ ടൈം. ആ അറ്റൻഷൻ സ്പാനിനെ ക്രോസ് ചെയ്ത ആർട്ടിസ്റ്റ് എന്ന് പറയുമ്പം ഇപ്പോൾ മോഹൻലാൽ, മമ്മൂട്ടി, യേശുദാസ് സാറ്, അല്ലെ ചിത്ര ചേച്ചി, അല്ലെങ്കിൽ ജഗതി ചേട്ടൻ, ഈ അറ്റൻഷൻ സ്പാനിൽ ഉപരിയായിട്ട് സക്സീഡ് ചെയ്തവരാണ് ഇവരൊക്കെ. എന്ന് വെച്ചാൽ ആ ഒരു ഷോർട്ട് ഒരു പടം ഹിറ്റായതുകൊണ്ട് സ്പൈക്കായിട്ട് ആ സ്പൈക്കിൽ ജീവിച്ചവരല്ല ഇവരാരും തന്നെ. പക്ഷെ ബഹുഭൂരിപക്ഷം ആർട്ടിസ്റ്റിനും ഒരു സ്പൈക്ക് കിട്ടും. നമ്മൾ വിചാരിക്കും ആ സ്പൈക്ക് വിൽ സ്റ്റേ ദെയർ, ആ സ്പൈക്ക് ഡ്രോപ്പ് ചെയ്യും. ചിലപ്പോൾ ഭയങ്കര ഫോൾ ആയിരിക്കും ചിലതൊക്കെ. നമ്മൾ ചിലപ്പോൾ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു പ്രോഗ്രാമിൽ പ്രവർത്തിച്ച്, അല്ലെങ്കിൽ നമ്മളുടെ ഏതെങ്കിലും പേഴ്സണൽ ലൈഫ് എടുത്ത് വെച്ച് ഓഡിറ്റ് ചെയ്യപ്പെട്ടതുകൊണ്ടായിരിക്കാം. ഫോള് കൺഫേംഡ് ആണ്. ആ ഫോള് കഴിഞ്ഞ് ഹൗ ഡു യു ലിഫ്റ്റ് യുവർ സെൽഫ് അപ്പ് ആൻഡ് ഹൗ ഡു യു സസ്റ്റെയിൻ? ഇങ്ങനെ വികാരപരമായി സംസാരിക്കുന്നത് ഭയങ്കര ഇഷ്ടമായതുകൊണ്ടാണ് പാട്ട് നിർത്തിയിട്ട് ഇടയ്ക്ക് വെച്ച് സംസാരിക്കുന്നത്. കഥാപ്രസംഗം എന്നാ പറയാ അതിന്. അല്ല ബ്രോ അതിന് എൻ്റെ വിമർശകർ തന്നെ കാരണം പറഞ്ഞിട്ടുണ്ട്. പാടുമ്പോൾ എനിക്ക് ശ്വാസം മുട്ടുമ്പോൾ ഞാൻ നിർത്തിയിട്ട് ഞാൻ സംസാരിക്കും, വീണ്ടും ശ്വാസം എടുക്കും,
പിന്നെയും പാടും. ഇതാണ് പരക്കെയുള്ളൊരു ആക്ഷേപം പോലെയല്ല. ഇപ്പം അതൊക്കെ സത്യമാണെന്നുള്ളതൊക്കെ എസ്റ്റാബ്ലിഷ് ആയിട്ടുണ്ട്. ഈ പോയിന്റ് എത്തുമ്പോൾ ഇങ്ങനെ ശ്വാസം മുട്ടും, അപ്പോൾ തന്നെ അങ്ങനെ സംസാരിക്കും. പിന്നെ വേറെ കുറേ കാര്യങ്ങളുണ്ട്. മറ്റേ ഈ പുര കത്തുമ്പോൾ വാഴ വെട്ടുക എന്നൊക്കെ പറഞ്ഞ പോലെ കമ്പോസറിനെ ഡിസ്റെസ്പെക്റ്റ് ചെയ്യുക, എഴുത്തുകാരനെ അപമാനിക്കുക, അങ്ങനെയുള്ള പല കാര്യങ്ങൾക്കും കൂടി വേണ്ടിയാണ് ഞാൻ സംസാരിക്കുന്നത്. കേട്ടിട്ടില്ലേ? എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരെങ്കിലും പാടിയ ഗായകനോടുള്ള അവജ്ഞ കാണിക്കാനും ഒക്കെയാണ് ഞാൻ നിർത്തുന്നതെന്നാണ് പരക്കുള്ള അഭിപ്രായം. അപ്പോൾ ഇവരൊക്കെ ഇടുന്ന ടാക്സ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അതിനെക്കുറിച്ച് പോകുന്നില്ല. എൻ്റെ ഒരു പെർഫോമൻസിൽ ഞാൻ നോക്കുന്നത് ഐ വോണ്ട് ടു റെഡ്യൂസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പെർഫോമർ ആൻഡ് ദി ഓഡിയൻസ്. ഇപ്പോൾ എനിക്കൊരു പെർഫോമർ എന്നുള്ള നിലയ്ക്ക് എനിക്കും ഈ ഒരു ഡിസിപ്ലിൻ മെയിൻറ്റെയിൻ ചെയ്യാൻ എളുപ്പമാണ്. പാടുക, അതിന് നടക്കും മിണ്ടാതിരിക്കുക, അത് കഴിഞ്ഞ് പഴയ ആ രീതിയില്ലേ, ഒരു കയ്യിൽ ബുക്ക് മറ്റേ കയ്യിൽ വയറ് ഇങ്ങനെ പിടിച്ചിട്ട് മൈക്ക് ഇങ്ങനെ പിടിച്ചു, അത് അങ്ങനെ ചെയ്യുന്നതിൻ്റെ മെയിൻ കാരണം അന്നത്തെ എക്സ്പെക്റ്റേഷൻ അതാണ്. വരിക നിന്ന് ഇപ്പോഴും കണ്ടിട്ടുണ്ടോ കുറേ 80s സ്പ്രിംഗ് സീസൺകാർ വസന്തം പറയുന്ന കമൻറ്റ്, നല്ല പാട്ട്, ഈ ഇളക്കം ഒന്ന് കുറയ്ക്കണം. ഇത് വരുന്നത് എവിടെ നിന്ന്? ഈ ഇളക്കം ഇല്ലാത്തത് മാത്രമേ കണ്ടിട്ടുള്ളൂ. ഈ വടി പോലെ നിന്ന് പാടുന്നത് മാത്രം കണ്ടിട്ട് ഇൻ്റർനെറ്റ് ഫ്രീ ആയപ്പോൾ ഫേസ്ബുക്കിൽ വന്ന ആൾക്കാരാണ്. ഈ ഫ്രീ എന്ന് വെച്ചാൽ കൃഷ്ണകുമാർ എന്നൊക്കെ പേരുള്ള ആൾക്കാർ, അബൂബക്കർ പി എസ്, ജോൺ മാത്യു അങ്ങനെ ക്യാമറ ഇങ്ങനെയൊക്കെ സെൽഫി എടുക്കുന്ന വെച്ചാൽ ആ മുഖത്തിൻ്റെ മൂക്കൊക്കെ ഇങ്ങനെ തള്ളിയിരിക്കും. അപ്പോൾ അങ്ങനെ അല്ലെങ്കിൽ അതിന് ചെമ്പരത്തി പൂവിൻ്റെ പുറകിലൊക്കെ ഇങ്ങനെ നിൽക്കുന്ന പോലെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ എൻ്റെ അളിയാ ആവട്ടെ. നമ്മൾ എന്തിനാ അവരുടെ താല്പര്യം പേഴ്സണൽ പറഞ്ഞു വന്നതല്ല. ഇങ്ങനത്തെ ടീംസിൻ്റെ മെയിൻ പ്രശ്നം, അയ്യോ അവരൊക്കെ ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലുണ്ട്. മാമനെ ഇപ്പം ആരെയും കൂടെ വിളിച്ചേ എന്ന് ചോദിച്ചാൽ ഞാൻ നോക്കി സഡൻലിയായിട്ട് വസ്ത്രധാരണം ശ്രദ്ധിക്കണം കേട്ടോ കുട്ടി എന്ന് ഞാൻ ഇൻസ്റ്റാഗ്രാം ചേട്ടനെ പറ്റി ഫേസ്ബുക്കിൽ തന്നെ താമസിച്ചാൽ പോരായിരുന്നില്ലേ, എന്തിനാ അവിടെ ഒന്ന് ബുദ്ധിമുട്ടിക്കണം, ചുമ്മാ അല്ല പിള്ളേരെ ഡിസ്കൗണ്ടിലേക്ക് പോണേ, എന്തെങ്കിലും ആവട്ടെ. അപ്പം ഞാൻ എന്താ പറഞ്ഞു തന്നെ, ഞാൻ വിഷയത്തിൽ നിന്ന് പിന്മാറി. ഞാൻ സംസാരിക്കുന്ന വികാരമായിട്ടോ അല്ലാതെ സംസാരിക്കുന്നത് ഐ ജസ്റ്റ് വോണ്ട് ടു കണക്ട് വിത്ത് മൈ ഓഡിയൻസ്. ഇപ്പം നമ്മൾ ഒരു പാട്ട്, നമ്മളൊരു ബർത്ത്ഡേ പാർട്ടിക്ക് അല്ലെങ്കിൽ ഒരു വീട്ടിലെ മേഫിൽ അല്ലെങ്കിൽ നമ്മളൊരു കസിൻസ് അല്ലെങ്കിൽ ഫ്രണ്ട്സ് ഒത്തുകൂടുമ്പോൾ എല്ലാ തവണയും ഞാൻ പാടാറുണ്ടായിരുന്നു. ഞാൻ വലിയ ആർട്ടിസ്റ്റൊന്നും ആയിട്ടല്ലാതെ ഒരു ഫ്രണ്ടായിട്ട്. ഇപ്പോൾ ഉദാഹരണം നമ്മൾ തന്നെ ഒരു 5-6 പേര് ഇപ്പം വൈകുന്നേരം എവിടെയെങ്കിലും കുറച്ച് ഡിന്നറൊക്കെ ഓർഡർ ചെയ്തിരിക്കുകയാണെങ്കിൽ എന്നോട് പാടാൻ പറഞ്ഞാൽ ഞാൻ പാടില്ലേ? അപ്പോൾ ഞാൻ പെർഫോമൻസ് പോലെയാണോ പാടുന്നത്? അല്ലല്ലോ. ഞാനപ്പോൾ ചിലപ്പോൾ അപ്പം നമ്മുടെ ഒരു പക്ഷേ പാട്ടിൻ്റെ ഫുള്ള് പോലും പാടില്ല, സത്യമല്ലേ? ഈ പാട്ടിൻ്റെ ഒരു പകുതി വെച്ച് പാടി കഴിയുമ്പോൾ നമ്മൾ പറയുന്ന ആയിഷ മറ്റേ ആ പാട്ടില്ലേ ഇതുപോലെ തന്നെ വേറൊരു പാട്ടുണ്ട് പറയുമ്പോൾ നമ്മൾ ആ പാട്ടിലേക്ക് സ്വിച്ച് ചെയ്യും. ആ പാട്ട് പാടുമ്പോൾ വേറൊരാൾ അതിൻ്റെ കൂടെ പാടും. അത് പാടി കഴിയുമ്പോഴേട്ട് ഇതല്ലടാ മറ്റേ മമ്മൂട്ടി മറ്റേ അന്ന് അഭിനയിച്ച സിനിമയിലെ അടിപൊളി പാട്ടില്ലേ, നീ അത് പണ്ട് പാടിയിരുന്നല്ലോ, ഈ ഒരു വൈബില്ലേ, ഇത് ഭയങ്കര. നമ്മൾ 3-4 മണിക്കൂർ ഇങ്ങനത്തെ പരിപാടികൾ പോകും, നമ്മളറിയില്ല സമയം പോകുന്നത്. ഞാൻ റെപ്ലിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് ആ ഒരു ടുഗദർനെസ് ഓഡിയൻസ് ആയിട്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനൊരു അപ്പോൾ ഇതിന് വരുമ്പോഴുള്ള ഗുണം നമ്മൾ അതിനകത്ത് അപ്പോൾ ടെമ്പോ, താളം, ശ്രുതി, വരി, നമ്മളിപ്പോൾ നമ്മളിങ്ങനെ ഭയങ്കര മൂവന്തി താഴ്വരയിൽ എന്ന് പറയും. അത് എഴുത്തുകാരനോടുള്ള ദേഷ്യം കൊണ്ടാണ്, ഓർമ്മയില്ല. അത് കഴിഞ്ഞുള്ള ശരിയായില്ല, നീ അത് പാടത്തില്ല. അല്ല അത് അപ്പം നമുക്ക് ഓർമ്മയില്ല. അങ്ങനെ സംഭവിക്കാറില്ല. പക്ഷേ പാട്ട് ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെ നമുക്ക് ആ മോമെന്റിൽ ഇതിന് വേറൊരു രീതിയുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ വൈകുന്നേരം നമ്മൾ ഒരു കുറച്ച് പിzzയൊക്കെ കഴിച്ചോണ്ടിരിക്കുമ്പോൾ ഞാനൊരു ലിറിക്സ് ബുക്കൊക്കെ വെച്ചിട്ട് ആയിഷ അപ്പം ഇങ്ങനെ മറിച്ചൊക്കെ നോക്കിയിട്ട് എനിക്ക് ഭ്രാന്താന്ന് പറയുന്നത്, നീ ഓഫാണോ എന്ന് ചോദിക്കില്ല എന്നോട്. അതാണ് എൻ്റെ പ്രശ്നം. അപ്പം അതിനൊന്നും പിന്നെ അല്ല ആളിയനിപ്പോൾ പോയി ബുക്കൊക്കെ എടുത്തോന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് കഴിഞ്ഞാൽ ഞാൻ ഈ സംസാരിക്കുന്നത്, ഞാനിപ്പോൾ നിങ്ങളോടൊക്കെ ഇപ്പോൾ സംസാരിച്ചില്ലേ, ഇത് തന്നെയാണ് ഞാൻ എൻ്റെ ലൈവ് പെർഫോമൻസിൽ ചെയ്യുന്നത്. മുമ്പിൽ കുറേ പേര് ഇരിക്കുന്നു, പാട്ട് കേൾക്കാനിരിക്കുന്ന കുറച്ച് പേര്, അവർക്ക് ചിലത് കണക്റ്റ് ആവും, ചിലത് കണക്റ്റ് ആവില്ല. പിന്നെ നമ്മളുടെ തന്നെ സ്വന്തം ഇമോഷൻ ഉണ്ടല്ലോ ചില പാട്ടിലൊക്കെ, നമ്മളത് കേൾക്കുമ്പോൾ നമുക്ക് മൈൻഡിൽ വരുന്ന കാര്യം അത് പറഞ്ഞു പോകുന്നു. കാരണം ഞാൻ അതിനെ പെർഫോമൻസ് ആയിട്ടേ കാണുന്നില്ല.
ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല, നിങ്ങളൊരു ഓപ്പൺ മൈക്ക് ചെയ്യുന്നതും ഒരു ലാർജ് അരീന ചെയ്യുന്നതും രണ്ടും പെർഫോമൻസ് അല്ലേ? രണ്ടിൽ നിന്നും കിട്ടുന്ന ഔട്ട്കം ആസ് കോമിക്സ് യു വുഡ് നോ, ചിലതിൻ്റെ ദ എനർജി ഈസ് മച്ച് ഹയർ വെൻ ഇറ്റ്സ് എ സ്മോൾ ഗ്രൂപ്പ്. പീപ്പിൾ നാച്ചുറലി റിയാക്ട് ആൻഡ് യു അണ്ടർസ്റ്റാൻഡ്. പിന്നെ ജോക്ക് ലാൻഡ് ചെയ്യുന്നുണ്ടെന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയാം. മറ്റേതൊരു കൈയടി കൂടിയൊക്കെയല്ലേ അറിയുന്നത്. മറ്റേത് ഇപ്പം ഞാനൊരു 1500 പേരുടെ ഓഡിയൻസ് വായിക്കുമ്പോൾ പാട്ട് തീർന്നൊക്കെ കഴിയുമ്പോഴാണ് നമുക്ക് അറിയുന്നത് ഇത് ദിസ് ഇസ് ലാൻഡഡ്. മറ്റേത് ഇവിടെ ഒരു 20 പേരിരുന്ന് പാടുമ്പോഴേ എല്ലാവരുടെയും മുഖം കാണാം, എക്സ്പ്രഷൻസ് കാണാം, എങ്ങനെയാണ് ഒരു റിയാക്ട് ചെയ്യുന്നത് കാണാം. ഇറ്റ്സ് എ ഡിഫറെൻറ്റ് പെർഫോമൻസ്. അങ്ങനെ ഓരോ പെർഫോമൻസിനും അതിൻ്റേതായ ഒരു പൊസിഷൻ. അപ്പോൾ അതിലേക്ക് നമ്മൾ എന്താ പറയുക, നമ്മൾ ആർട്ടിസ്റ്റ് വൾണറബിൾ ആകുമ്പോഴാണല്ലോ നമ്മൾ ഈ പാട്ടിനോടൊക്കെ സംസാരിക്കുകയും വലി തെറ്റിച്ച് പാടുകയും. നമ്മൾ അത്രയും സെക്യൂർ ആകുമ്പോഴാണ്. ഇൻസെക്യൂർ ആയിട്ടിരിക്കും നമുക്കത് ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഇൻസെക്യൂർ ആകുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക, നമ്മൾ പ്രിപ്പറേഷൻ കൂട്ടും. നമുക്ക് ഇൻസെക്യൂരിറ്റി കൂടുമ്പോഴാണ് നമ്മൾ നമ്മൾ നാച്ചുറൽ അല്ലേ അത്. നമ്മളുടെ ഇൻസെക്യൂരിറ്റി പലപ്പോഴും പ്രിപ്പറേഷൻ ആയിട്ട് പരിണമിക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ല. നമ്മൾ മാക്സിമം പ്രിപ്പറേഷൻ ഡ്രോപ്പ് ചെയ്യുന്ന എപ്പോഴാണ്? ഫ്രണ്ട്സ് നമ്മളെ ജഡ്ജ് ചെയ്യില്ല. അതെ. അപ്പോൾ നമ്മൾ സിംഗേഴ്സിനും അത് തന്നെയാണ്. അപ്പോൾ കൂടെ ഇരിക്കുന്നൊരു ഓഡിയൻസ് നമുക്കറിയാലോ, ദേ ആർ ഫ്രണ്ട്ലി ആൻഡ് ദേ വിൽ ഫർഗിവ് യു. വയ്യ ഒരു ദിവസം തൊണ്ട വയ്യ, തൊണ്ട മൂക്കടപ്പ്, വരി മറന്നുപോക്ക്, അല്ലെങ്കിൽ അത് പ്രശ്നങ്ങൾ, ഇതൊന്നും ജഡ്ജ് ചെയ്യില്ല എന്ന് പറയുന്ന ഒരു ഓഡിയൻസ് ആണ് യഥാർത്ഥത്തിൽ നമ്മുടെ ഫാൻസ്. ബാക്കിയുള്ളത് നമ്മുടെ ഫാൻസ് അല്ല. ഒക്കെ ഉണ്ടാവും കേട്ടോ, ഡോണ്ട് വറി. നമ്മളാണെങ്കിൽ നമ്മൾ സാധാരണ സ്റ്റാൻഡപ്പ് ചെയ്യുമ്പോൾ നമ്മൾ ഓപ്പൺ മൈക്ക് ചെയ്യണല്ലേ മെറ്റീരിയൽ ചെയ്യുമ്പോൾ നമുക്കൊരു ലാഫ് കിട്ടുമ്പോൾ നമ്മൾ ഓർത്ത് വെച്ച് നമ്മൾ അടുത്ത പ്രാവശ്യം കൊണ്ടുപോയി വീണ്ടും അടിക്കും. അങ്ങനെയാണ് നമ്മൾ ടൈറ്റ് ആക്കുന്നത്. അപ്പോൾ ചേട്ടനും അതുപോലെ ലൈവ്, അപ്പോൾ ചേട്ടൻ ഇപ്പോൾ ഒരു പീസ് തന്നെ കുറേ പ്രാവശ്യം പ്ലേ ചെയ്യില്ലേ? അപ്പോൾ ഓവർ ടൈം ഇതേപോലെ എന്തെങ്കിലും എലിമെന്റ്സ് കീപ്പ് ചെയ്യാറുണ്ട്? അതായത് ഇപ്പം ചേട്ടൻ ഒരു പ്രാവശ്യം. ഗുഡ് വൺ മാൻ, താങ്ക് യു ഫോർ ആസ്കിങ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഞാൻ വളരെ വൈകിയാണ് ഇങ്ങനെയൊരു കോറിലേഷൻ, ഇത് നല്ലൊരു സംഭവമായിട്ട്. രാഘവ, നിന്നെ ഞാൻ ഇതൊരു സ്മാർട്ട് രാഘവൻ എന്ന് വിളിക്കാം. എൻ്റെ മനസ്സിലേക്ക് ഹാക്ക് ചെയ്യാനുള്ള ഒരു സ്പെഷ്യൽ വൈറസ് നാസ കണ്ടുപിടിച്ചത്. കുറച്ചൊക്കെ ആ പാറ്റേൺ മനസ്സിലാക്കാൻ എനിക്ക് കുറച്ച് വൈകി എന്നുള്ള സത്യമാണ്. ഇപ്പോൾ ഒരു പർട്ടിക്കുലർ സംഭവം ഒരു ഓഡിയൻസിന് റെസണേറ്റ് ആയി കഴിഞ്ഞാൽ അടുത്തൊരു സെറ്റ് ഓഫ് ഓഡിയൻസിലേക്കും അതിന് അതേ ഇമ്പാക്റ്റ് ഉണ്ടാവും എന്നുള്ളത്. പണ്ട് നമ്മൾ അപ്പം എന്താണോ തോന്നുന്നത് അതാ ചെയ്തിരുന്നത് ഞാൻ. വെച്ചാൽ ആ പഴയ പെർഫോമൻസിൽ നിന്ന് വർക്ക് ചെയ്ത സംഭവങ്ങൾ അബ്സോർബ് ചെയ്ത് വീണ്ടും അതിനെ ടൈറ്റൻ ആക്കുക എന്നുള്ളത്. ഐ എം സോ ഗ്ലാഡ് നിങ്ങളിപ്പോൾ അത് ചെയ്തു. എനിക്ക് ഒരുപാട് കരിയറിൽ കുറേ കഴിഞ്ഞിട്ടാണ് അങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില കാര്യങ്ങൾക്ക് നാച്ചുറലി ആളുകൾ കൂടുതൽ സന്തോഷത്തിൽ പ്രതികരിക്കും. അപ്പം അതിനെ പാറ്റേണൈസ് ചെയ്ത് നമ്മൾ പ്ലേസ് ചെയ്യുക എന്നുള്ളത്. പക്ഷേ ഇപ്പോഴും ഞാൻ അതിലത്രയും ഒരു ശ്രദ്ധ കൊടുത്തിട്ടില്ല. പക്ഷേ പാട്ടുകളിൽ ഇപ്പോൾ ഞാൻ കുറച്ചത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു പാട്ട് നമുക്ക് അറിയാമല്ലോ ഉദ്ദേശം. ഈ പാട്ട് ഇവിടെ ഇഷ്ടപ്പെട്ടു, ആ പാട്ട് തന്നെ അടുത്തൊരു ഓഡിയൻസിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ ദ സോങ് ഇറ്റ് സെൽഫ് ഇസ് വർക്കിംഗ്. പക്ഷേ ഈ കൂടുതൽ ഫൈനായിട്ടുള്ള കാര്യങ്ങൾ എനിക്ക് തോന്നുന്നത് അത്രയ്ക്ക് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. ഒരു പക്ഷേ എനിക്ക് നാച്ചുറലി ഇത് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടുമായിരിക്കും. കാരണം അവിടെ എന്താ പറഞ്ഞതെന്നോ എന്തുകൊണ്ടാണ് അത് പറഞ്ഞത് എന്നൊന്നും ഓർമ്മയില്ല. ഇപ്പം ഞാനൊരു ഉദാഹരണം പറയാം. ഞാൻ എൻ്റെ വീഡിയോസിൽ ഞങ്ങൾ മറ്റേ വണ്ടർ വാൾ എന്നെ ക്യൂറേറ്റ് ചെയ്തൊരു ഷോ, ഞാനൊരു വീഡിയോ തങ്കത്തിങ്കാൽ എന്നൊരു പാട്ട് പാടിയ ഒരു ക്ലിപ്പുണ്ട്. ദിശാഗന്ധി ട്രിവാൻഡ്രത്ത് പാടിയത്. അതുവരെ ആയിരുന്നു പാടിയത്. അതിൻ്റെ ഹിസ്റ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ ബേസ് ഗിറ്റാറിസ്റ്റ് ജോൺ ഡെസ്സോ പിടിച്ച് പുള്ളി സിക്കായി പ്രോഗ്രാമിന് 3 ദിവസം മുമ്പ്. അപ്പോൾ അതിന് ഞങ്ങളുടെ ഒരു പഴയ ബേസി പുള്ളീനെ കൊണ്ട് ആ പ്രോഗ്രാമിന് വന്നത്. അപ്പോൾ ഞങ്ങളുടെ സെറ്റിൻ്റെ ഒരു 3-4 പാട്ട് പുള്ളിക്ക് അറിയില്ല, പുതിയ പാട്ടുകൾ. കാരണം പുള്ളിക്ക് പ്രാക്ടീസ് ചെയ്യാൻ സമയം കിട്ടില്ല. ആ 15 മിനിറ്റ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് അന്ന് സ്റ്റേജിൽ പാടിയതായി പാട്ടുകളൊക്കെ. അപ്പോൾ അന്ന് സംസാരിക്കുന്നതൊക്കെ ബേസിക്കലി നമുക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല 15 മിനിറ്റ്സ് ഓഫ് ഷോയിൽ. അപ്പോൾ നമ്മൾ അപ്പോൾ നമ്മൾ അന്ന് സാധാരണ നമ്മൾ ചേങ്ങായി എൻ്റെ ഇടയ്ക്ക് ആ ഫ്ലോ അങ്ങ് പോയി നിർത്തുന്നു ഞാൻ നിർത്തുന്നു. എന്തിട്ടോ പറഞ്ഞേ? അതാണ് പറഞ്ഞത്. അന്ന് ചെയ്തത്
അത് ഇൻട്രസ്റ്റിംഗ്ലി അത് ഭയങ്കരമായിട്ട് ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടു. ഇപ്പോൾ ആ വീഡിയോ യൂട്യൂബിൽ കണ്ട് എൻ്റെ അച്ഛനെ വിളിക്കുന്നവരുണ്ട്. പക്ഷെ അന്ന് ആ പ്രോഗ്രാം കണ്ടവർക്ക് അത് ഭയങ്കര ഇഷ്ടമായി. നമ്മള് ഈ സ്റ്റാൻഡപ്പ് കോമഡി ആണെന്ന് പറയുമ്പോൾ ആൾക്കാർ പറയും തമാശ പറയാൻ പറയാം. നമുക്ക് ഭയങ്കര, കാരണം നമ്മുടെ ആർട്ട് ഫോം അതല്ല, നമുക്ക് സ്റ്റേജ് വേണം, മൈക്ക് വേണം എന്നല്ലേ. അപ്പൊ അതേപോലെ ചേട്ടൻ ഇറിറ്റേറ്റിംഗ് ആയിട്ട് തോന്നുന്നുണ്ട് അത്. പിന്നെ സർജനോട് ഒന്നും ഒരു സർജറി കാണിക്കാൻ പറയുന്ന പോലെയല്ലേ, താനവിടെ കിടക്ക് ഞാൻ വെട്ടി ശരിയാക്കി തരാം. അത് നിങ്ങൾക്ക് തോന്നുന്നു അതേ ഇറിറ്റേഷൻ എനിക്ക് തോന്നാറുണ്ട്. ചേട്ടന് ഈ റിയാലിറ്റി ഷോസ് ഇല്ലേ, ഇറിറ്റേഷനെ പറ്റി സംസാരിക്കുമ്പോ അല്ല ഈ റിയാലിറ്റി ഷോസിനെ പറ്റി ഒരു ഇതെന്താണ്, അതായത് അവിടെ ഇപ്പൊ നമ്മൾ ചിലപ്പോൾ പാടാൻ മാത്രമുള്ള ഒരു ഇൻട്രസ്റ്റ് ഉള്ള ഒരാളോട് പെർഫോം ചെയ്യണം എന്നും കൂടി ഒരു പ്രഷർ കൊടുക്കുന്ന ഒരു പരിപാടി പോലെ തോന്നിയിട്ടുണ്ട്. ഞാൻ പേഴ്സണലി റിയാലിറ്റി ഷോസിൽ നിന്ന് വന്ന ഒരാളാണ്. ഞാൻ എൻ്റെ രണ്ട് സൈഡും എൻ്റെ പേഴ്സണൽ വ്യൂവിൽ പറയാം. ഒന്ന്, മ്യൂസിക്, ഫിലിം മ്യൂസിക്കിനെ അല്ലെങ്കിൽ ഫിലിം ഫീൽഡ്, എൻ്റർടൈൻമെൻറ്റ് ഫീൽഡിലേക്ക് ഒരു ആർട്ടിസ്റ്റിനെ കടന്നു വരാൻ ഇത്രയും ജനകീയവൽക്കരിച്ച വേറൊരു പ്രസ്ഥാനമില്ല. കൂടുതൽ കഴിവുള്ളവരെ അവരുടെ സോഷ്യോ പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ടിൽ ഉപരിയായിട്ട് ഒന്ന് ജനകീയവൽക്കരിക്കാൻ തീർച്ചയായിട്ടും ത്രൂ ദി ഇയേഴ്സ് റിയാലിറ്റി ഷോസ് ഡെഫിനറ്റ്ലി ഹെൽപ്പ് ഉണ്ട്. അതൊരിക്കലും ആ ഒരു വാല്യൂ നമുക്ക് എടുത്ത് കളയാനേ പറ്റില്ല. അല്ലെങ്കിൽ നമ്മളിന്ന് കേൾക്കുന്ന പല ശബ്ദങ്ങൾക്കും മെയിൻ സ്ട്രീം ടി വിയിൽ ഒരു അവസരം കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നിരിക്കണം. ആൻഡ് സെക്കൻഡ്ലി സിനിമയിലുള്ള ഒരുപാട് പ്രഗത്ഭരായിട്ടുള്ളവരെ ജഡ്ജസ് ആയിട്ട് ഇതിലേക്ക് കൊണ്ടുവന്ന വഴിക്ക് ആ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പല മൂവി ഇൻഡസ്ട്രീസ് ആർ വെരി ഹാർഡ് ടു എൻ്റർ ഇൻഡസ്ട്രി. അത്രയും പെട്ടെന്ന് ബ്രേക്ക് ചെയ്യാൻ പറ്റുന്നൊരു ഒരു ഔട്ട്സൈഡർക്ക് ബ്രേക്ക് ചെയ്യാൻ പറ്റുന്നൊരു ഇൻഡസ്ട്രി അല്ല മൂവി ഇൻഡസ്ട്രി. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു ഫിലിം കമ്പോസേഴ്സ് അല്ലെങ്കിൽ പ്ലേ ബാക്ക് സിംഗേഴ്സ്, അവരെ ജഡ്ജായിട്ട് നേരിട്ട് കൊണ്ട് കുട്ടികളോ മുതിർന്നവരായിട്ട് ഇൻട്രാക്ട് ചെയ്യിപ്പിക്കുക, സംസാരിക്കുക, അവർ നേരിട്ട് കേൾക്കുന്നു, അവിടെ നിന്ന് പ്ലേ ബാക്ക് ഓപ്പർച്യൂണിറ്റി ആയിട്ട് അവർക്കത് കിട്ടുന്നു, അല്ലെങ്കിൽ ഷോസ് ആയിട്ട് കിട്ടുന്നു, അല്ലെങ്കിൽ അവരുടെ കൂടെ. ഞാൻ ഇപ്പോൾ ചിത്ര ചേച്ചിയൊക്കെ ഒരു പാർട്ടിസിപ്പൻറ്റിൻ്റെ കൂടെ പാടുന്ന വീഡിയോ ഞാൻ കണ്ടു ഒരു 20 കൊല്ലം മുമ്പ്. സങ്കല്പിക്കാൻ പറ്റാത്ത കാര്യം, ചിത്ര ചേച്ചിനെ പോലെ ഒരു ലെജൻഡ്, ഒരു കുഞ്ഞ് ഒരു ആരും വളർന്നു വരുന്നൊരു കുട്ടിയുടെ കൂടെ നിന്ന് ചേച്ചി പാടുന്നു. അപ്പം ഇതൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ ചെയ്തത് ഓണസ്റ്റ്ലി റിയാലിറ്റി ഷോ വന്നുകൊണ്ട്. ഇതിൻ്റെ നെഗറ്റീവ് സൈഡ് എന്ന് പറയുന്നത് അൺഫോർച്ചുനേറ്റ്ലി ദർ ഇസ് എ ലോട്ട് ഓഫ് ഫോക്കസ് ബിയോണ്ട് ആർട്ട്. അത് ഞാൻ ലേറ്റ് സ്റ്റേജ് ക്യാപിറ്റലിസം അല്ലെങ്കിൽ ഒരു മുതലാളിത്ത വ്യവസ്ഥയുടെ ഒരു നാച്ചുറൽ ഔട്ട്കമാണ്. കാരണം ഇവൻച്വലി ദീസ് തിങ്സ് ഹാവ് ടു മേക്ക് മണി. ഒരു ഫിലാൻട്രോപ്പിക് എഫേർട്ട് അല്ല റിയാലിറ്റി ഷോ എന്ന് വെച്ചാൽ ഒരു ചാരിറ്റി ആയിട്ടോ അല്ലെങ്കിൽ ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ബഡ്ജറ്റിനോ വേണ്ടി ചെയ്യുന്ന ഒരു പരിപാടി അല്ല. ഒന്നുമേ അല്ല. ഞാനും നിങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത് വരെ അല്ല. അപ്പം പിന്നെ നമ്മൾ അതിനെക്കുറിച്ച് അവിടെ സംസാരിക്കുന്നതിൻ്റെ ഒരു ആ കൂടെ എനിക്കുള്ള പരാതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇമോഷണൽ മാനിപ്പുലേഷൻ വഴിക്ക് പീപ്പിൾ ആർ ഇൻഫ്ലുവൻസ്ഡ് ടു ഡു തിങ്സ് വിച്ച് ഇസ് നോട്ട് റൈറ്റ് ഫോർ ദി ആർട്ട്. വെച്ചാൽ പലപ്പോഴും മാനിപ്പുലേഷൻ സാധ്യമാവുന്നത് തന്നെ മ്യൂസിക് വെച്ച് മാനിപ്പുലേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പം നമ്മൾ മ്യൂസിക്കിൽ ഉപരിയായിട്ടുള്ള കാര്യങ്ങൾ പലപ്പോഴും ഇക്കണോമിക് സ്റ്റേറ്റസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നമ്മളുടെ ലൈഫിൽ വന്നൊരു ക്രൈസിസ് അല്ലെങ്കിൽ നമ്മൾ കടന്നുപോയ എന്തെങ്കിലും പ്രശ്നം അല്ലെങ്കിൽ നമുക്കുള്ള എന്തെങ്കിലും ഒരു നിയർ ഫാമിലിക്കുണ്ടായ ചാലഞ്ചസ്, ഇതിനെ കച്ചവടവൽക്കരിച്ച് ഇമോഷൻസ് മാനിപ്പുലേറ്റ് ചെയ്യുന്ന എല്ലാ റിയാലിറ്റി ഷോയും ചെയ്യുന്ന കാര്യമാണ്. ചേട്ടാ, അതുപോലെ തന്നെ ചെറിയ കുട്ടികൾ ഈ റിയാലിറ്റി ഷോയിൽ വരുന്നതിനെ പറ്റി എന്താണ് അഭിപ്രായം? എങ്ങനെ നോക്കിക്കാണും? അതായത് നമ്മളപ്പോഴേ ഒരു ഇത്ര ചെറിയ പ്രായത്തിൽ പിള്ളേരെ വലിയൊരു കോമ്പറ്റീറ്റീവ് കുട്ടി എല്ലാവരും ജനിച്ച് വീണ തൊട്ട് എനിക്ക് തോന്നുന്നു മരിക്കുന്നവരെ നമ്മളൊക്കെ കോമ്പറ്റീറ്റീവ് ആണ്. സോ ഐ തിങ്ക് നമ്മളുടെ ഒരു ഫിലോസഫിക്കലി പറഞ്ഞാൽ എവല്യൂഷൻ തന്നെ ഈ കോമ്പറ്റീഷൻ്റെ സക്സസ് ആണ്. നമ്മളൊരു ഒരു കോമ്പറ്റീറ്റീവ് ടി വിയിൽ പറയാൻ പറ്റില്ല. Even before you were an idea, a bunch of sperms competed to win. So, നിങ്ങളൊരു ബാണമാണെന്നാണ് ഞാൻ വളരെ കറക്റ്റാണ്. എന്നിട്ടും തുടരും. അല്ല, അപ്പം ദാറ്റ് എ പാർട്ട്. അപ്പോൾ കുട്ടികൾ കോമ്പറ്റീഷൻ റെഡിയൊക്കെയാണ് ഇപ്പോൾ ഏത് പ്രായത്തിലാണെങ്കിലും. ഐ തിങ്ക് നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ ഈ ഓട്ടപ്പന്തയവും അല്ലെങ്കിൽ സിംഗിങ് കോമ്പറ്റീഷനും സ്പോർട്സ് ക്ലാസിക് എക്സാമ്പിൾ. സ്പോർട്സ് ബൈ ഡിസൈൻ കോമ്പറ്റീറ്റീവ് ആണ്.
എന്നുവെച്ചാൽ കോമ്പറ്റീഷൻ അല്ലാതെ ഓട്ടമത്സരത്തിന് വിടേണ്ട എന്താ കാര്യം, ആരെയൊക്കെ ജയിക്കണ്ടേ. അപ്പോൾ അത് എനിക്ക് തോന്നുന്നു ഒരു 1ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിയോട്ട് ഓട്ടപന്തയത്തിന് പോകുന്നുണ്ട്. അപ്പം എൻ്റെ പ്രശ്നം ഇത് കോമ്പറ്റീറ്റീവ് ആണെന്നുള്ളതല്ല. ഐ തിങ്ക് ഇറ്റ് ഈസ് എ ഗുഡ് തിങ്. കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള എൻവയൺമെൻറ്റിൽ കുട്ടികളെ സബ്ജക്റ്റ് ചെയ്യുന്നതല്ല എൻ്റെ അഭിപ്രായത്തിൽ പ്രശ്നം. ഞാൻ പെട്ടെന്ന് ആലോചിക്കാം അനീഷേട്ടൻ ചെയ്യുന്ന ഓടിക്കൊണ്ടിരിക്കുന്ന പുള്ളി തിരിഞ്ഞിട്ട് ഇന്ന് നല്ല സണ്ണി ഡേ ആണ് അത് നിർത്തിയിട്ട് ഇനി കുറച്ച് അല്ല അത് നിർത്തിയിട്ട് വേണ്ടേ ഇനി ടിൻറ്റു ഓടിക്കോളൂ, ഞാൻ ഇത്രയും ഓടിയത് അല്ല ചേട്ടാ, ഞാൻ പറഞ്ഞ കോമ്പറ്റേറ്റീവ് എന്ന് പറയുന്നത് ഈ ഒരു സെലിബ്രിറ്റി ഒരു സ്റ്റാറ്റസ് പോലെ ഒരു കുട്ടിക്ക് വന്നാൽ അത് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഒരു 20 വയസ്സുള്ള ആൾ ഫെയിലിയർ ഡീൽ ചെയ്യുന്ന പോലെ ഒരു 10 വയസ്സുള്ള കുട്ടിക്ക് ഒരു പക്ഷേ ഫെയിലിയർ ഡീൽ ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ നമ്മൾ വെദർ യു ഓർ നോട്ട് യു ലൈക്ക് ഇറ്റ്, ഏറ്റവും കൂടുതൽ ബുള്ളിങ് ഉള്ളത് സ്കൂളുകളിലാണ്. നമ്മളുടെ റിയൽ ഏറ്റവും അതെ സത്യം. അപ്പം ഇത് പെട്ടെന്ന് തന്നെ ബുള്ളിങ് ആയിട്ട് മാറാനും പെട്ടെന്ന് തന്നെ ഇതൊരു എന്താ പറയുക ഒരു നെഗറ്റീവ് കൊണോട്ടേഷനായിട്ട് ആ കുട്ടിയുടെ ലൈഫിലേക്ക് മാറാനൊക്കെ ഉള്ള, കാരണം ഇതൊക്കെ ഭയങ്കര ഷോർട്ട് ലിവ്ഡാണ്. ഇപ്പോൾ ഒരു കുട്ടികളുടെ റിയാലിറ്റി ഷോയിൽ ജയിച്ച കുട്ടിക്ക് അടുത്ത കുട്ടികളുടെ റിയാലിറ്റി ഷോ വരെയാണ് ഷെൽഫ് ലൈഫ്. അത് വളരെ ഷോർട്ട് ടൈമാണ്. ആക്ച്വലി ഒരു റിയാലിറ്റി ഷോ കഴിയുന്നത് നവംബറിലാണെങ്കിൽ ഫെബ്രുവരിയിൽ അതിൻ്റെ അടുത്ത സീസൺ സ്റ്റാർട്ട് ചെയ്തു. അടുത്ത സീസണിൽ വരുന്ന ന്യൂ സ്റ്റാർ. അപ്പോൾ ഈ ചെറിയ കുട്ടിക്ക് ഒരു പക്ഷേ ആ ഒരു ആ പോയിന്റിൽ കിട്ടിയിരുന്ന ആ ഒരു ഫെയിം, അറ്റൻഷൻ, അത് ഡ്രോപ്പ് ചെയ്ത് പോയി എന്നുള്ളത് ആക്സെപ്റ്റ് ചെയ്യാനുള്ളൊരു മെച്യൂരിറ്റി അല്ലെങ്കിൽ അത്രയൊരു ഇയേഴ്സ് ഓഫ് ലൈഫ് ആ ചെറിയ കുഞ്ഞിനുണ്ടാവില്ല. സോങ് ആൻഡ് ഡാൻസ് മഹാദേവൻ പാട്ട് നിർത്തിയത് മഹാദേവന്റെ 3ാമത്തെ സാ കിട്ടാത്ത കാരണം മഹാദേവൻ പാട്ട് പഠിക്കാൻ പോയി 3ാമത്തെ സാവിലെത്തി. 3 സാലേക്ക് എത്തിയില്ലല്ലോ. പിന്നെ 3ാമത്തെ സാഹചര്യം പതുക്കെ സ്ലോ ആയിട്ട് പാടി നോക്കാം. ഞാൻ പാടുന്ന പോലെ ഇട്ട് പാടി നോക്കാമായിരുന്നില്ല. സായും പായം കഴിഞ്ഞ് കുറച്ച് വർത്താനം പറഞ്ഞിട്ട് മറ്റേ അല്ല പാ കഴിഞ്ഞിട്ട് ഈ പായൊക്കെ കേട്ട് കഴിഞ്ഞാൽ എനിക്ക് ജോൺസൺ മാഷിന് ഓർമ്മ വരും എന്നൊക്കെ പറഞ്ഞാൽ മതി. ഇത് കുറച്ച് കഴിഞ്ഞ് പാടിയാൽ ക്ലിയർ ആക്കുന്നു. ഓ വേണ്ട, അതിട്ട് ഓടിക്കണ്ട, ഞാൻ പാ വിരിച്ചോടെ കിടന്നു. അവിടെ ഒരു പാ വിരിച്ച്. അതുപോലെ തന്നെ ഈ റിയാലിറ്റി ഷോസ് ഇപ്പൊ കണ്ടമാനം റിയാലിറ്റി ഷോസ് ഉണ്ട്. ഒരു ഇത്രയും സിംഗേഴ്സ് പുറത്തേക്ക് വരുന്നുണ്ട്. ഈ പ്ലേ ബാക്ക് സിംഗിങ്ങിൽ ഇത്ര ആൾക്കാർക്കുള്ള ഒരു സ്പേസ് ഇവിടെ ഉണ്ടോ നമ്മുടെ വയബിൾ കരിയർ? പ്ലേ ബാക്ക് സിംഗിങ് വയബിൾ കരിയറേ അല്ല. പ്ലേ ബാക്ക് സിംഗിങ്ങിൽ എനിക്ക് വേറെ പണിയുണ്ട്. ചേട്ടൻ്റെ പാട്ടിൽ വേണമെങ്കിൽ ഒരു ഇതും കൂടി ഉണ്ട്, വേണമെങ്കിൽ പ്രോഡക്റ്റ് പ്ലേസ്മെന്റ് നടത്താം. അതെ, സമയമുണ്ടല്ലോ, അതിനെക്കുറിച്ച് സംസാരിച്ചാൽ മതി. ഞാൻ ഈ പാട്ട് പാടിക്കൊണ്ടിരിക്കുമ്പോൾ തല ഇങ്ങനെ വെക്കുമ്പോഴാണ് ഈ എണ്ണയുടെ ഗുണം എനിക്ക് ശരിക്കും മനസ്സിലായത്. അത് പറഞ്ഞപ്പോൾ അത് വല്ലാത്തൊരു അരിയാണ്. ഞാൻ ചേട്ടൻ ഒരു കാര്യം ചോദിച്ചു, ഈ പെർഫോമൻസ് ചേട്ടൻ ആർട്ട് സ്കൂളിൽ പഠിച്ചു, പെർഫോമൻസ് ചേട്ടൻ ഒരു നാച്ചുറൽ ആയിരുന്നു? അതായത് ചേട്ടൻ ആദ്യ സ്റ്റേജിൽ കയറിയപ്പോൾ ഉള്ള ഒരു സാധനമായിരുന്നു? ജീവിതത്തിൽ നിന്ന് പഠിച്ചതാണ് അല്ലെ? ഒന്നും നമ്മൾ അങ്ങനെ നാച്ചുറൽ ഒന്നും ആയിരുന്നില്ല. നമുക്ക് ആദ്യം കയറുമ്പോൾ എല്ലാം നമ്മളൊക്കെ ഒരു നോർമൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നതല്ല. അങ്ങനെ ഒരു ഭയങ്കര പെർഫോമൻസ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നൊന്നും വന്നതല്ലല്ലോ. അല്ല, കോളേജിൽ നമ്മൾ പെർഫോം ചെയ്യുന്നതൊക്കെ നമ്മുടെ ഫ്രണ്ട്സിനല്ലേ. അവിടെ പോയി ഷോ കാണിച്ചു കഴിഞ്ഞാലായിരിക്കും നമുക്ക് കൂവല് കിട്ടുന്നത്. അവിടെ വലിയ റോളൊന്നും കാണിക്കാതെ മിണ്ടാ പാടിയിട്ട് വന്നു കഴിഞ്ഞാൽ തടികേടാവാതെ ഇറങ്ങി പോരാൻ പറ്റും. പക്ഷേ പെർഫോമൻസ് എന്നുള്ളതൊക്കെ നമ്മൾ വേറെ ആർട്ടിസ്റ്റുകളെ കാണുന്നു. പക്ഷെ അവരുടെ ഒരു ക്രൗഡ് എൻഗേജ്മെൻറ്റ് നമ്മൾ ശ്രദ്ധിക്കുന്നു. അവരെന്താണ് ചെയ്യുന്നത്, എന്താണ് അവരുടെ ഒരു വർക്കിൽ. ഇപ്പം ഞാൻ ഒരു ബാനർ എടുക്കും. ഞാൻ നമ്മളൊക്കെ അന്ന് കാണുന്ന ഇന്ത്യൻ ഓഷൻ, മദജനൊക്കെ ഉണ്ടായ സമയത്ത് നമ്മളെല്ലാ പരിപാടിക്കും നമ്മൾ പോകുമ്പോൾ എത്ര നിങ്ങളുടെ ഒരു ഓഡിയൻസ് എത്ര പേർക്ക് ആ ബാൻഡ് അറിയാമെന്ന് എനിക്കറിയില്ല. പക്ഷേ അത് ശരി. അല്ല, അപ്പോൾ അന്നെന്ന് പറയുമ്പോൾ നമ്മൾ ഒരു പറ്റം ചെറുപ്പക്കാർ അവരുടെ ബാൻഡ് പോലെ തന്നെ ഫേസിൻ്റെ ഒരു സൈഡ് കഥകളിയൊക്കെ പെയിൻറ്റ് ചെയ്തിട്ട് അങ്ങനെ ഒരു ഭയങ്കര ഗ്രൂപ്പി ആയിട്ട് നമ്മൾ പോയപ്പോൾ ആ ബാൻഡിൻ്റെ ഒരു സ്റ്റേജ് ആക്ട് ഉണ്ട്, അതിനൊരു സ്ട്രക്ചർ. അപ്പോൾ നമ്മൾ അതൊക്കെ ഇങ്ങനെ ഒബ്സർവ് ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് നാളെ വരുമ്പോൾ നമുക്കൊരിക്കലും ആ ബാൻഡിലുള്ള ആർട്ടിസ്റ്റ് ആവാൻ പറ്റില്ല. പക്ഷെ നമുക്ക് അവരുടെ സ്റ്റേജ് ആക്ട് അറിയാം. അതുപോലെ ഇന്ത്യൻ ഓഷൻ നോക്കുകയാണെങ്കിൽ അവർക്കൊരു സ്റ്റേജ് ആക്ട് ഉണ്ട്. പക്ഷേ ഭയങ്കര ഫോക്ക് മ്യൂസിക് പ്ലേ ചെയ്യുന്നൊരു ബാൻഡ്, പക്ഷേ ഒരു സ്റ്റേജ് ആക്ട് ഉണ്ട്. അപ്പോൾ ഈ സ്റ്റേജ് ആക്ട്സ് കണ്ടിട്ടാണ് നമ്മളുടെ സ്റ്റേജ് ആക്ട്
ഡിഫൈൻ ചെയ്യുന്നത്. റീസെന്റ് നമ്മളിപ്പം ചിത്രചേച്ചിയുടെ ഇഷ്യൂ ഉണ്ടായ സമയത്ത് അപ്പൊ ചിത്രചേച്ചി പറഞ്ഞൊരു കാര്യത്തിൽ ജനറലി ആൾക്കാർ കണ്ടത് ചിത്രചേച്ചി നന്നായിട്ട് പാടിക്കോ, പക്ഷെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഞങ്ങളെ വയ്ക്കാൻ പറ്റില്ല, ഞങ്ങൾ ചിത്രചേച്ചിയുടെ പാട്ട് കേൾക്കില്ല. ലാലേട്ടൻ്റെ സിനിമ റിലീസ് ചെയ്യുമ്പോൾ ലാലേട്ടൻ സിനിമ അഭിനയിച്ചോ, പക്ഷേ ലാലേട്ടൻ സിനിമ ഞങ്ങൾക്ക് ഇഷ്ടമാണ്, പക്ഷേ ഈ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ കാണില്ല എന്നൊരു ആറ്റിറ്റ്യൂഡ് ജനറലി ഇപ്പോൾ ഉണ്ട്. അത് ഈ ക്യാൻസൽ കൾച്ചർ കൂടി വന്നതിൻ്റെ ഒരു നാച്ചുറൽ റിയാക്ഷനാണ്. ആരെയും ആർക്കും ക്യാൻസൽ ചെയ്യാം എന്ന് വെച്ചാൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് വെരി ഈസി ടു ക്യാൻസൽ. എന്ന് വെച്ചാൽ ഒരു ഒപ്പീനിയൻ ക്യാൻസൽ ചെയ്യാന്ന് പറഞ്ഞാൽ ഒപ്പീനിയൻ ബേസ് ചെയ്ത് ക്യാൻസൽ ചെയ്യുക എന്നുള്ളതാണ്. അല്ലാതെ ഒരു എംപിരിക്കലായിട്ടല്ല, ഒരു റീസണോ കാരണമോ എക്സാമ്പിളോ ഒന്നും വെച്ചിട്ടല്ല. ഇഷ്ടപ്പെട്ടില്ല, ദ വെരി നെക്സ്റ്റ് സ്റ്റെപ്പ് ഇസ് ക്യാൻസൽ ചെയ്ത് കളയും. അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ ഏത് പക്ഷം എടുത്താലും അല്ല, ഓരോരുത്തർക്ക് അവരുടെ തനത് രാഷ്ട്രീയമുണ്ട്. എനിക്ക് എൻ്റേതും പറയുന്നവർക്ക് അവരുടെയും രാഷ്ട്രീയമുണ്ട്. പിന്നെ ഇവിടുത്തെ ഒരു ജനാധിപത്യ വ്യവസ്ഥയിൽ എല്ലാവരുടെ രാഷ്ട്രീയത്തിനും സ്ഥാനവും ഉണ്ട്. പക്ഷേ എന്തർത്ഥത്തിലാണ് നമ്മൾ ഒരു ആർട്ടിസ്റ്റിനെയോ ഒരു ക്രിയേറ്ററിനെയോ ഒരു കോമിക്കിനെയോ ഒക്കെ നമ്മളൊരു അഭിപ്രായത്തിൻ്റെ പേരിൽ ക്യാൻസൽ ചെയ്യുക എന്ന് പറയുന്നത് എത്രത്തോളം അർത്ഥശൂന്യമായ കാര്യമാണ്. അങ്ങനെ ക്യാൻസൽ ചെയ്യാൻ പറ്റുന്ന ഒരെണ്ണമാണോ ആർട്ട്? എന്ന് വെച്ചാൽ ആർട്ടിസ്റ്റിനെ ക്യാൻസൽ ചെയ്താൽ തന്നെ പോലും ഈ ആർട്ടിനെ ക്യാൻസൽ ചെയ്യാൻ പറ്റുമോ? ഒരു ആർട്ടിസ്റ്റിനെ ക്യാൻസൽ ചെയ്ത് കളയാൻ പറ്റുമായിരിക്കും ഫോർ എക്സാമ്പിൾ, പക്ഷേ ദ ആർട്ട് വിൽ സ്റ്റേ. ഇപ്പോൾ ഏത് ആർട്ടിസ്റ്റിനെ എടുത്താലും അവർ ക്രിയേറ്റ് ചെയ്ത് വെച്ച ആർട്ടിനെ ക്യാൻസൽ ചെയ്ത് കളയാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇത്ര കണക്റ്റഡ് എവിടെയെങ്കിലും അത് മുഴങ്ങിക്കൊണ്ടിരിക്കും, എവിടെയെങ്കിലും അത് കേട്ടുകൊണ്ടിരിക്കും. നമ്മൾ പറഞ്ഞു വെച്ചതോ പാടിയതായിട്ടുള്ള കാര്യങ്ങളെ ഇൻ്റർനെറ്റിൽ നിന്നോ ലൈഫിൽ നിന്നോ എടുത്ത് ക്യാൻസൽ ചെയ്യാനൊന്നും പറ്റില്ലല്ലോ. നമുക്കൊരു ആർട്ടിസ്റ്റിനെ മാത്രമേ നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റുള്ളൂ. ഈ അസഹിഷ്ണുതയാണ് ബ്രോ പ്രശ്നം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു വേറിട്ടൊരു അഭിപ്രായം അല്ലെങ്കിൽ അതിനെ ഒന്നും യുക്തിസഹമായിട്ട് പ്രതിരോധിക്കാനുള്ള വായനയോ സമയമോ ഇപ്പോൾ ആൾക്കാർക്കില്ല. വായനയില്ല, മെയിനായിട്ട് അതാണ്. ഇപ്പോൾ നമ്മളിത് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും ഇഷ്ടപ്പെട്ടില്ല. കുറച്ചെങ്കിലും വായനയുള്ളവർക്ക് എതിരഭിപ്രായം പറഞ്ഞിട്ട് സമാധാനമായിട്ട് മുറിയിലിരിക്കാൻ പറ്റും. അതെ, എനിക്കിഷ്ടപ്പെട്ടില്ല കേട്ടോ പറഞ്ഞത്, അതല്ല എൻ്റെ അഭിപ്രായം, ഇങ്ങനെ പറഞ്ഞത് തീരെ ശരിയായില്ല എന്ന് പറയുമ്പോൾ തിരിച്ച് അല്ല, അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല, പക്ഷേ ഞാനതിൽ ഉറച്ചു നിൽക്കുന്നു, എനിക്കതിൽ ഇതാണ് ഒരു ആവറേജ് ജനാധിപത്യം. ഈ ഒരു പ്രിൻസിപ്പിളിലാണ് ഡെമോക്രസി ബേസ് ചെയ്തേക്കുന്നത് പീപ്പിൾ. പക്ഷേ ഇപ്പം അങ്ങനെയല്ല. എനിക്കിഷ്ടപ്പെട്ടില്ല അതുകൊണ്ട് നീ ഇനി മിണ്ടരുത്, എനിക്കിഷ്ടപ്പെട്ടില്ല നീ ഇനി പാടരുത്, എനിക്ക് നിൻ്റെ കോമഡി ഇഷ്ടപ്പെട്ടില്ല, ഇനി നിൻ്റെ പരിപാടിക്ക് വന്ന് ഞാൻ കാണിച്ചു തരാം, നിന്നെ വടി വെട്ടാൻ ഞാൻ ആളെ അയച്ചിട്ടുണ്ട്, നീ ധൈര്യം ഉണ്ടെങ്കിൽ കാസർഗോഡ് വന്നൊന്ന് ഇറങ്ങി നോക്ക്. അയ്യോ കാസർഗോഡ് എന്നുള്ള പറയാൻ മെയിൻ കാരണം കാസർഗോഡാണ് എനിക്ക് ഏറ്റവും സ്നേഹം കിട്ടിയിട്ടുള്ള 2 ഡിസ്ട്രിക്റ്റുകൾ കാസർഗോഡും കണ്ണൂരുമാണ്. പക്ഷേ എനിക്ക് കിട്ടിയ മെസ്സേജും ഇങ്ങനെയാണ്, നീ കാസർഗോഡ് ഒന്ന് ഇറങ്ങി നോക്ക്. ഇങ്ങനെ വാട്ട് വുഡ് യു ഡു റിയലി? കുറച്ച് ദിവസം സോഷ്യൽ മീഡിയയിൽ വന്ന് തെറി വിളിക്കും, കുറച്ച് ദിവസം വന്നിട്ട് മീമുണ്ടാക്കി അല്ലെങ്കിൽ കുടുംബക്കാരെ ചീത്ത പറഞ്ഞ് തേജോവധം ചെയ്യും. അത് കഴിയുമ്പോൾ നിനക്ക് തന്നെ 29 മനസ്സിലാവും സീസ് അടയ്ക്കാൻ പൈസ ഇല്ലാന്ന്. അപ്പോൾ നീ ആ പണിക്ക് പോകും. അടുത്ത ആളെ കിട്ടും എന്ന് വെച്ചാൽ അതിലൊരു ഉപ്പാടി ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. അല്ലാതെ ഇതിനോടൊക്കെ ഇപ്പോൾ പ്രതികരിച്ച് പേടിച്ചൊക്കെ ജീവിക്കാൻ പറ്റും? നിങ്ങളാണ് ഏറ്റവും അഫക്റ്റ് ചെയ്ത കോമിക്സിനെയാണ് ഏറ്റവും കൂടുതൽ ഈ ലോകം ക്യാൻസൽ ചെയ്യുന്നത്. ആനുകാലിക വിഷയം പറഞ്ഞാൽ ചിത്രച്ചിയുടെ കാര്യം പറഞ്ഞാലും സൂരജിൻ്റെ കാര്യം പറഞ്ഞാലും രണ്ടുപേരും നേരിട്ടുകൊണ്ടിരിക്കുന്നത് ആക്രമണമാണ്. രണ്ടുപേരും 2 പൊസിഷൻ എടുത്തു. അതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഭാഗത്ത് ചേരാം. അത് ഈ വിഷയത്തിൽ ഇപ്പോൾ വിഷയമല്ല, എനിക്ക് എൻ്റെതായ ഭാഗമുണ്ട്, അത് ഞാൻ ഇതിനോട് പറയുന്നില്ല. പക്ഷേ നടക്കുന്നത് ലിറ്ററലി ക്യാൻസൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് 2 ഭാഗത്തേക്കും. ഇപ്പോൾ ഒരു ഗായകനെ പാട്ട് ഞാൻ നിർത്തിക്കും എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ആക്രോശം അയാളുടെ റൈറ്റ് ടു ഏണിനെ ഞാൻ സ്റ്റോപ്പ്. എന്ന് വെച്ചാൽ ഒരാളെ വായടപ്പിക്കാൻ ഭക്ഷണമില്ലെങ്കിൽ നീ എങ്ങനെ സംസാരിക്കും? ആ ചോദ്യമാണ് അത്. ലിറ്ററലി പച്ച ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ നിനക്കുള്ള ഭക്ഷണം ഞാൻ കട്ട് ചെയ്യും. പലപ്പോഴും എനിക്ക് തോന്നുന്നു ഇപ്പം ഈ ആർട്ടിസ്റ്റ് വന്നൊരു പൊളിറ്റിക്കൽ ഒപ്പീനിയൻ റേസ് ചെയ്യുമ്പോൾ അതിലൂടെ ഉണ്ടാവുന്നത് ചേട്ടൻ പറഞ്ഞാൽ ഓവർ ടൈം പൊളിറ്റിക്കൽ ഒപ്പീനിയൻ റേസ് ചെയ്യാതിരിക്കും. കാരണം പൊളിറ്റിക്കൽ ഒപ്പീനിയൻ റേസ് ചെയ്യാത്തതിൽ ഈ റിസ്ക് ഫേസ് ചെയ്യേണ്ടി ഉപജീവനമല്ലേ പൊളിറ്റിക്കൽ ഒപ്പീനിയൻ പകുതി പേര് റേസ് ചെയ്യാത്തതിൻ്റെ കാരണം എന്താണെന്നറിയാവോ? നമുക്കൊക്കെ അരി മേടിക്കണ്ടേ, ജീവിക്കണ്ടേ, വീട്ടുകാർ ഇവിടെ. ഇപ്പോൾ ചില മോബ്സൊക്കെ എന്ത് കാണിക്കുന്ന ഒരു ഉറപ്പുമില്ല, എന്ത് ചെയ്യുമെന്ന് ഉറപ്പില്ലാത്തൊരു കാലത്ത് നമ്മൾ ജീവിക്കുന്നത്. പക്ഷെ അപ്പോഴും പ്രശ്നമുണ്ട്, ആൾക്കാർ ഇതിനകത്ത് ഒപ്പീനിയൻ ഇല്ലേ എന്ന് ആൾക്കാർ ചോദിക്കും. അങ്ങനെ സത്യം കോമഡി എന്ന് പറയുന്നത് തന്നെ നേരത്തെ പറഞ്ഞ പോലെ ഇറ്റ് ഈസ് an expression of dissent. It's an expression of opinion, which is why we started by saying comedy eventually has to offend somebody. If a joke doesn't offend somebody, there is no joke in it. ഇപ്പം ആർട്ടിസ്റ്റ് എന്നുള്ള ഡെറിവേറ്റീവ് എടുത്ത് പുതിയ ക്രിയേഷനെ പറ്റി പറഞ്ഞല്ലോ, അതിൻ്റെ പാട്ട് മറ്റേത് ഫോളോ ചെയ്യുക, പഴയ പാട്ടുകൾ വളരെ എളുപ്പമാണെന്ന് പറഞ്ഞല്ലോ. അങ്ങനെ വളരെ പരമപ്രധാനമായി ഇങ്ങോട്ട് വിളിച്ചു വരുന്നതിൻ്റെ ഉദ്ദേശം എങ്കിൽ ചോദിക്കുക, പാട്ട് പാടുന്നതാണ് എളുപ്പം, കോമഡി ചെയ്താണ് എളുപ്പം? പാട്ട് പാടുന്നതാണ് എളുപ്പം.
അല്ല, എനിക്ക് തോന്നുന്നു ഏറ്റവും എളുപ്പമുള്ള കാര്യം ഇപ്പം നമുക്ക് ചിലപ്പോ കോമഡി ചെയ്യുന്ന എളുപ്പമായതുകൊണ്ടായിരിക്കും. അല്ല എളുപ്പം റിലേറ്റീവ്ലി ഞാൻ കോമഡി ചെയ്യുന്ന ആളല്ല. പോയിന്റ് നമ്പർ 1, എനിക്ക് ലിവ്ഡ് എക്സ്പീരിയൻസ് ഇല്ല കോമഡി ചെയ്ത്. ഞാൻ ഒരു കോമിക് അല്ല. പക്ഷേ അറ്റ്ലീസ്റ്റ് ഫ്രം ദ വേ ഐ സി പാട്ട് പാടുന്നത് എളുപ്പം എന്നുള്ളതിൻ്റെ മെയിൻ കാരണം ഒരു സ്ട്രക്ചറുണ്ട് പാട്ടെന്നുള്ളതിന്. എത്രത്തോളം നമ്മൾ ആ സ്ട്രക്ചർ മാറ്റിയാലും ഡ്രൈവ് ചെയ്താലും മാറ്റിയാലും പാട്ടിനൊരു സ്ട്രക്ചറുണ്ട്, അതിനൊരു ആകൃതി ഉണ്ട്. ഹ്യൂമറിന് ഒരു ആകൃതിയില്ല. ഹ്യൂമർ ഇസ് വെരി ട്രാൻസിയൻറ്റ്. ഇപ്പം നമ്മൾ പറഞ്ഞ് ചിരിക്കുന്നൊരു തമാശ വളരെ വിയേർഡാണ്. തൊട്ട് പുറത്ത് പോയിരിക്കുന്ന 5 പേർക്ക് തമാശയായിട്ടേ തോന്നില്ല. അപ്പോൾ ആ ടൈമിങ്, ആ കോണ്ടെക്സ്റ്റ്, ആ വന്ന സ്പീഡ്, അപ്പോൾ ഉണ്ടായിരുന്ന സ്റ്റേറ്റ് ഓഫ് മൈൻഡ്, അപ്പോൾ ഉണ്ടായിരുന്ന ഒരു വൈബ്, ഇതിൻ്റെയൊക്കെ ഒരു പരിണിതപരമായിട്ടാണ് ഒരു ജോക്ക് ലാൻഡ് ചെയ്യുന്നത്. ആ സോങ് ലാൻഡ്സ് ഓൾവേസ്. ഇപ്പോൾ ഒരു മനോഹരമായ പാട്ട് ഞാനിപ്പോൾ ഇവിടെ പാടിയാലും പുറത്ത് പാടിയാലും, അസ്യൂമിങ് ഐ സിങ് വെൽ, ഇറ്റ് വിൽ ലാൻഡ്. പക്ഷേ ഐ ഡോണ്ട് തിങ്ക് ഹ്യൂമർ വർക്ക്സ് ലൈക്ക് ദാറ്റ്. ഹ്യൂമറിന് പുതുമ, പിന്നെ ആ പവർ ഓഫ് ടൈമിങ്. ഒരു മൈക്രോ സെക്കൻഡ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാൽ the joke doesn't land at all. പിന്നെ രണ്ടാമത്തേത്, there's a thing that they say, no, sarcasm is like electricity, 90% of India is yet to get it. Humor appreciation basically, like humor appreciation basically ഞാൻ കണ്ടിട്ടുള്ളത് ഭയങ്കര ആപ്റ്റാണ് ആ സാധനം പറയുന്നത്. Humor appreciation is a bit like how teenagers speak about sex. No, every teenager thinks the other person is having it, but the reality is nobody is having it. It's a bit like that. കാരണം അങ്ങോട്ട് നോക്കുമ്പോൾ അവൻ്റെ ഫുൾ സെറ്റാണ്, അവന് നിനക്കൊക്കെ മനസ്സിലായല്ലോ, അപ്പോൾ എനിക്ക് മനസ്സിലായി, 2 പേർക്കും മനസ്സിലായിട്ടില്ല. അപ്പോൾ ഈ പലപ്പോഴും നമ്മൾ ഹ്യൂമറിലും മ്യൂസിക്കിലും ഇത് അപ്ലിക്കബിൾ ആണ്. ഈ സെക്സിനെ പറ്റി പറഞ്ഞപ്പോൾ നമ്മുടെ ജോൺ ജോയ്ക്ക് സെക്സ് കിട്ടാൻ കാരണം ഹരീഷ് രാമകൃഷ്ണനാണ്. എന്തോ ഇത് മനുഷ്യന്മാര് സാധാരണ പറയുന്ന രീതിയിൽ എന്റെ കല്യാണം നടന്നതിന്റെ പിന്നിൽ ചേട്ടന് വലിയൊരു പങ്കുണ്ട് എന്നുള്ളതായിരുന്നു. ഇപ്പൊ സമാധാനമായി. സോറി ഫോർ ദ കളിയാണ്. അതായത് ചേട്ടൻ ഈ ഫാൻസിന് ഇങ്ങനെ റിപ്ലൈ കൊടുക്കുമല്ലോ. അപ്പൊ എന്റെ വൈഫിന്റെ ഒരു ഫ്രണ്ട് അനുഷ എന്ന് പറഞ്ഞാൽ ചേട്ടന് മെസ്സേജ് അയച്ചപ്പോ ചേട്ടന് ഇത് റിപ്ലൈ കിട്ടി. അപ്പൊ അവളത് കണ്ടപ്പോ പെട്ടെന്ന് അവള് പ്രതീക്ഷിച്ചില്ല, ചേട്ടന് റിപ്ലൈ തീരെ പ്രതീക്ഷിച്ചില്ല. അവള് വന്നിട്ട് എന്റെ വൈഫിന്റെ അടുത്ത് പറഞ്ഞു ഞാനിങ്ങനെ ആൾക്ക് മെസ്സേജ് അയച്ചപ്പോ റിപ്ലൈ തന്നു. അവള് സെലിബ്രിറ്റികൾ റിപ്ലൈ തരും അല്ലേന്ന് അവൾക്ക് മനസ്സിലായി. ആ സമയത്ത് ഞാൻ മനോരമയിൽ ഇങ്ങനെ ഷോ ഒക്കെ ചെയ്ത് ഇങ്ങനെ ഒന്ന് നിൽക്കുന്ന സമയമാണ്. അപ്പൊ അവൾ എനിക്ക് മെസ്സേജ് ചെയ്തു, ഞാൻ എല്ലാവർക്കും റിപ്ലൈ, പ്രത്യേകിച്ച് സ്ത്രീകളുടെ കാര്യത്തിൽ ഞാൻ മുഖം നോക്കാത്ത നടപടി എടുക്കുന്നത്. അങ്ങനെ തുടങ്ങിയ ചേട്ടാണ് കല്യാണത്തിൽ. നന്നായി മോനെ, കല്യാണത്തിലെത്തിയല്ലോ. പതിവായിട്ട് സെലിബ്രിറ്റികൾ മറുപടി കൊടുക്കുന്നത് എവിടേക്കും എത്താറില്ല. ഇത് എത്ര പേർക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടെന്ന് സെലിബ്രിറ്റി അത് പറയാൻ പറ്റില്ല. ഞങ്ങളുടെ കൂട്ടത്തിലിരിക്കുന്നതിലെ സ്റ്റാൻഡപ്പ് കോമഡി ആരുടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഞങ്ങളുടെ ആരുടെയെങ്കിലും? നിങ്ങളുടെ ആരും ഞാൻ കണ്ടിട്ടില്ല. സന്തോഷമല്ലോ. ചില സ്റ്റാൻഡപ്പ് കോമഡി ഫോളോ ചെയ്യാറുണ്ട്. പ്രൊളിഫിക് അല്ല, പക്ഷെ ഫോളോ ചെയ്യാറുണ്ട്. എൻ്റെ ഏറ്റവും ഫേവറേറ്റ് സ്റ്റാൻഡപ്പ് അക്രോസ് ദ വേൾഡ്, ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ജോൺറ. എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ചില സമയത്ത് ഐ ലൈക്ക് വാട്ട് റോവൻ അറ്റ് കിഡ്സൺ യൂസ് ടു ഡു ബാക്ക് ഇൻ ദ ഡേ. കണ്ടിട്ടുള്ളവരില്ല, ആളുടെ ഒരു പഴയ സ്ലൈറ്റ്ലി സ്ലാപ് സ്റ്റിക്കി. മിസ്റ്റർ ബീനിന് മുമ്പ് പുള്ളി ഒരു സ്റ്റാൻഡപ്പ് കോമിക് ആയിരുന്നു. കുറച്ചും കൂടി കുറച്ചും കൂടിയും ഒരു എന്താ പറയുക, സ്ലാപ് സ്റ്റിക്കി, ഭയങ്കര ഹിസ്റ്ററിയോണിക്. നമ്മുടെ നാട്ടിലാരെങ്കിലും, ഇന്ത്യയിൽ I used to like when Biswa and Kanan used to do the pretentious movie reviews. അത് ഫണ്ണി ആയിരുന്നു. I really like Danish now. I used to like some of AIB's work, and Tanmay is a very dear friend, so I'm biased. He's a very dear friend. അപ്പോൾ തന്മയുടെ കൂടെ ഞങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ട്. ക്രെഡിൻ്റെ കുറേ വർക്ക് തന്മയാണ് ചെയ്തത്. സോ തന്മയ് ഇസ് അയാളുടെ സ്റ്റാൻഡപ്പ് ഈസ് വെരി ഫണി ഗായ്, സോ ഐ ലൈക്ക് ഇറ്റ്. കുറച്ചുകൂടി കണ്ടംപററി കോമിക്സ് കുറച്ചൊക്കെ ലൈവ് ഫ്രം ടൈം ടു ടൈം. എനിക്ക് ഫ്രണ്ട്സ് ഉണ്ട് കോമഡി സ്റ്റൈലിൽ, മറ്റേ കോമഡി സ്പേസിൽ. അപ്പോൾ അതിന് പോയിരിക്കും. പക്ഷേ ഈ ഫോർ എക്സാമ്പിൾ ഗൈ കോൾ കൊമേഡിയൻ പ്രവീൺ കുമാർ. പ്രവീൺ ആൻഡ് ഐ ആർ ബാച്ച്മേറ്റ്സ് ഫ്രം കോളേജ്. ഞാനും അവനും അപ്പുറത്തെ ഇപ്പുറത്തെ റൂമാണ് കോളേജിൽ പഠിച്ചപ്പോൾ. അപ്പോൾ ഞങ്ങൾ ഫ്രണ്ട്സാണ്. അവൻ ഫാമിലി. അപ്പോൾ പ്രവീൺ എൻ്റെ ഒരു അലക്സ് ഇസ് എ വെരി ഡിയർ ഫ്രണ്ട്. അലക്സിൻ്റെ കുറേ ഷോസ് ഞാൻ കണ്ടിട്ടുണ്ട്. Alex in Wonderland. Alex is funny, and Alex is great, very funny. And the thing is, it's not entirely comedy.
സോ ഹി ബ്രിങ്സ് ഇൻ ദാറ്റ് ഹോൾ. പാട്ടും. അല്ല പുള്ളി ആ മറ്റേ യേശുദാസ് സാറിന്റെ എപ്പിസോഡൊക്കെ പൊളിയാണ്, പക്ഷെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അലക്സ് ഇസ് ഫണി. ബാംഗ്ലൂർ കുറെ പുതിയ കോമിക്സ് ഉണ്ട്. ദർ ആർ ഓപ്പൺ മൈക്സ് ദാറ്റ് ഹാപ്പൻസ് ഇൻ ബാംഗ്ലൂർ. എൻ്റെ വൈഫിനോടാണ് നിങ്ങൾ ഈ ചോദിക്കുന്നത്. പുള്ളിക്കാരി ഭയങ്കര പ്രൊളിഫിക് കോമഡി ഇവന്റ് ഗോവറാണ്. എന്നെക്കാളും ഒരു 10x കൂടുതൽ പുള്ളിക്കാരി കോമഡി തീർച്ചയായിട്ടും ബാംഗ്ലൂർ വന്നു കഴിഞ്ഞാൽ എൻ്റെ വീട്ടിലേക്ക് വരാം. നിങ്ങൾ തന്നെ നിങ്ങളൊരു സെറ്റ് ഞങ്ങൾക്ക് വേണ്ടി ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ അതിന് പകരമായിട്ട് നല്ല അടിപൊളി ഫുഡും കാര്യങ്ങളൊക്കെ ചെയ്തു തരാം, പൈസയും തരാം. പൈസയും തരാം, ഫ്രീ ആയിട്ട് വേണ്ട. തന്മയോട് ഇൻട്രൊഡ്യൂസ് ചെയ്യണം. കേരളത്തിലെ AB ഉണ്ടോ? ഞങ്ങളാണ് ഓഫ് കോഴ്സ് ദാറ്റ് എപ്പാർട്ട് നമുക്ക് അതോടെ ഫ്രണ്ട്ഷിപ്പ് നിൽക്കാൻ ഇല്ല. തന്മയ ഇൻട്രൊഡ്യൂസ് നല്ല മച്ചാണ്. നമുക്കൊരു പാട്ട് പഠിച്ച് നിർത്താം. എല്ലാ പരിപാടിക്കും പാട്ടുണ്ട് ബ്രോ. പാട്ട് വേണ്ട ബ്രോ, നിങ്ങളുടെ പരിപാടി നന്നായിട്ട് പോട്ടെ. ലാസ്റ്റിനി അത് മാത്രം വലിച്ചിട്ട് വരുന്നത് നിങ്ങൾ പിടിച്ച് ഇറക്കി കയറ്റും. ഇല്ല, തുടങ്ങിയാൽ നമ്മളിപ്പോ നിർത്തും, കാരണം സ്റ്റുഡിയോയുടെ റെന്റ് കൂടുമല്ലോ. അപ്പോൾ ഒരു നമ്മുടെ ഫസ്റ്റ് എപ്പിസോഡിന് എനിക്ക് തോന്നുന്നു വളരെ ആപ്റ്റായിട്ടുള്ള കണ്ടന്റ്, റെലവെന്റ് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ. നമുക്കൊരു ജസ്റ്റ് അവസാനമായിട്ടൊരു ചോദ്യം ചോദിക്കാം അല്ലേ? നമ്മളിപ്പം എന്താണ് ചേട്ടൻ ഇതേപോലെ ഇൻഡിപെൻഡന്റ് മ്യൂസിക് സീനിൽ ആദ്യം തൊട്ട് വന്ന് അതിൻ്റെ ഒരു സക്സസ്ഫുൾ പ്രോഡക്റ്റാണ്. നമ്മളിപ്പോൾ ഇൻഡിപെൻഡൻറ്റ് കോമഡി സീൻ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇൻഡിപെൻഡൻറ്റ് ആർട്ടിസ്റ്റാണ്, നമ്മൾ സ്റ്റാർട്ടിങ് സ്റ്റേജിലാണ്. അപ്പോൾ നമുക്ക് ഒരു അഡ്വൈസ് തരാൻ പറ്റുമെങ്കിൽ ഫ്രഷ് ചോദ്യം. അഡ്വൈസ് ഒന്നുമില്ല, സ്റ്റിക്ക് ടുഗെദർ. ഒരു കൂട്ടായ്മയായിട്ട് വരിക എന്നുള്ളത് ഭയങ്കര ഫോർച്യൂണാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ. ഒരു ഇൻഡിവിജ്വലായിട്ട് നിൽക്കാതെ കാരണം ഐഡിയാസൊക്കെ 4x ആവും. പിന്നെ നിങ്ങളുടെ ഈ ഒരു സൗഹൃദം, നിങ്ങളുടെ ഒരു ക്യാമറാറ്ററി, പിന്നെ നിങ്ങളുടെ തന്നെ ഒരു കമ്പൈൻ സെറ്റ് ഓഫ് ഐഡിയാസ്, ഇതിൻ്റെ ഒരു സക്സസ് ഭയങ്കര കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് പോലെയാണ്. ഇപ്പം നിങ്ങൾക്കത് കാണാൻ പറ്റില്ല, പക്ഷെ ഒരു 2 കൊല്ലം കഴിഞ്ഞ് നോക്കുമ്പോൾ ദ കോമ്പൗണ്ടിങ് യു വിൽ ഗെറ്റ്, ബിക്കോസ് 4 പീപ്പിൾസ് ഐഡിയാസ് കെയിം ടുഗെദർ. നിങ്ങളുടെ ഗ്രോത്ത് നിങ്ങൾ സർപ്രൈസ്ഡ് ആയിരിക്കും. ഒരു പക്ഷേ ഇൻഡിവിജ്വലായിട്ട് നിൽക്കുന്ന ഒരാളെക്കാളും ഭയങ്കര റാപ്പ് അങ്ങനെ തന്നെ സംഭവിക്കട്ടെ. ജെനുവിൻലി വിഷ് യു ഗൈസ് വെൽ ദാറ്റ് ഇറ്റ് ഷുഡ് ഹാപ്പൻ. അപ്പോൾ ആൻഡ് ഫ്രം മൈ ഹാർട്ട്, ലൈക്ക് ബിക്കോസ് ഇറ്റ്സ് ഇൻക്രെഡിബിൾ യു ടുഗെദർ. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്നത് സ്റ്റിക്കിംഗ് ടുഗെദർ ഇസ് ദ ഹാർഡസ്റ്റ് പ്രോബ്ലം. കാരണം നമ്മൾ ആർട്ടിസ്റ്റാണ്, നമുക്ക് ക്രിയേറ്റീവ് ടെൻഷൻസ് ഉണ്ടാവും, നമുക്ക് നമ്മളുടെ റെസ്പെക്റ്റീവ് ലൈഫ് പ്രെറോഗേറ്റീവ്സ്, അതർ കൺസിഡറേഷൻസ്, ഇതൊക്കെ നമ്മളെ വെയ് ഡൗൺ ചെയ്യും. എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടുള്ളതാണ്. നിങ്ങളെപ്പോലെ തന്നെ കുറച്ചും കൂടെ ഉള്ളൊരു ബാൻഡ് പ്രവർത്തിക്കുന്ന ഒരാളാണ്. ഞങ്ങൾ 7 പേരുണ്ട്. ആസ് യു ഗ്രോ ആ പ്രശ്നങ്ങളും കുറേ ചാലഞ്ചസൊക്കെ നമ്മുടെ വഴിക്ക് വരും. പക്ഷേ അതിൻ്റെ ഉപരിയായിട്ട് ഒരുമിച്ച് നിൽക്കുക, ഒരുമിച്ച് ക്രിയേറ്റ് ചെയ്യുന്നതിൻ്റെ പവർ ഭയങ്കര കോമ്പൗണ്ടഡ് പവറാണ്. ഒറ്റയ്ക്ക് ഒരു ആർട്ടിസ്റ്റിന് ഒറ്റയ്ക്ക് ചെയ്യുന്നതിൻ്റെ ഒരു 8x ചിലപ്പോൾ 4 പീപ്പിൾ ഒരുമിച്ച് ചെയ്ത് കഴിഞ്ഞാൽ വരും. പിന്നെ രണ്ടാമത്തത് നമുക്കൊക്കെ ക്രിയേറ്റീവ് ബ്ലോക്ക് അടിക്കും. ലൈഫ് ആണ് എല്ലാവരുടെയും, നമ്മളുടെയൊക്കെ മാനസികാവസ്ഥയും നമ്മളുടെ ജീവിതം കടന്നു. ബട്ട് അതർ 3 വിൽ കവർ ഫോർ യു. രണ്ടാമത്തേത്, ഇറ്റ്സ് എ വെരി താങ്ക്ലെസ് ഇൻഡസ്ട്രി, എക്സ്ട്രീംലി താങ്ക്ലെസ് ഇൻഡസ്ട്രി. നോബഡി, യു വിൽ ഫൈൻഡ് യുവർ ലോയൽറ്റി, ഇറ്റ് വിൽ ടേക്ക് ടൈം. നിങ്ങൾക്ക് ലോയൽ എന്ന് വിളിക്കാവുന്നൊരു ബേസ് ആവും ഒരു ദിവസം, പക്ഷെ ആ പോയിന്റിലേക്ക് എത്തുന്നത് ഇറ്റ്സ് എ ലോങ് ജേർണി. യു മൈറ്റ് ഗെറ്റ് ഫെയിം വെരി ക്വിക്ക്ലി. നിങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ ഫേമസ് ആവട്ടെ. മൈ വിഷസ് ആസ് ക്വിക്ക്ലി ആസ് പോസിബിൾ. ഐ വിഷ് ഫോർ യു ടു ബിക്കം വെരി വെരി ഫേമസ്, മച്ച് മോർ famous than you are today. You probably already are up for a good start. I just want you to become a lot more famous, and my best wishes for that. Fame കുറച്ചും കൂടെ ഫാസ്റ്റായിട്ട് വരും. ലോയൽറ്റി വിൽ ടേക്ക് ടൈം. കാരണം നിങ്ങളെ ഫേമസ് ആക്കുന്ന പോലെ തന്നെ വേറെ 10 പേരെയും ഇതേ ആളുകൾ ഫേമസ് ആക്കും. ആ കൂട്ടത്തിൽ നിന്ന് ഹൗ ഡു ദേ ബിക്കം ലോയൽ ടു യു? നാളെ നിങ്ങൾ പ്രോഗ്രാം വെച്ചാൽ അവരവരുടെ ഒരു മൂവി ഡേറ്റ് മാറ്റി വെച്ച് നിങ്ങളുടെ പ്രോഗ്രാമിന് വരുന്നു, അല്ലെങ്കിൽ അവരൊരു യാത്രയുടെ ടിക്കറ്റ് ക്യാൻസൽ ചെയ്ത് നിങ്ങളുടെ പ്രോഗ്രാമിന് വരുന്നു, അല്ലെങ്കിൽ 25 കിലോമീറ്റർ കാർ ഓടിച്ച് നിങ്ങളുടെ പ്രോഗ്രാം വരുന്നു. അവിടേക്ക് എത്തുക. Know who your friends are, know who your fans are, deeply care for them. അവരെ ഉണ്ടാവുള്ളൂ, എല്ലാവരെയും പ്രീതിപ്പെടുത്തണ്ട. 1 മില്യൺ പാസേഴ്സിനേക്കാളും 1 ലക്ഷം ഫാൻസ് മിനിമം ഒരു കാര്യമില്ല. അത് ഗുഡ്.
കറക്റ്റ്. അപ്പോൾ ആ ഒരു നോട്ടിൽ നമ്മുടെ കൗണ്ടർ കൾച്ചർ ഫസ്റ്റ് എപ്പിസോഡ് കൗണ്ടർ കൾച്ചറിന്റെ ഫസ്റ്റ് എപ്പിസോഡ് ആ ഒരു പോസിറ്റീവ് നോട്ടിൽ നമുക്ക് അവസാനിപ്പിക്കാം. താങ്ക് യു. I had a great time, guys. Thank you so much. ഓക്കെ